ഇതൊരു സ്പെഷ്യൽ ക്ലാസ് ആണ്. ഈ വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ ബെവ്കോ LDC, പിന്നെ കമ്പനി ബോർഡ് LGS, ഇത് മൂന്നിനും യൂസ്ഫുൾ ആകുന്ന, മൂന്നിനും പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഈ ഒരു സിംഗിൾ വീഡിയോയിലൂടെ മുഴുവനായിട്ട് നമ്മൾ തീർക്കുവാണ്. ഭേദഗതികൾ എന്നൊരു ടോപ്പിക്കുണ്ട് നമ്മുടെ ഭരണഘടന എന്ന സിലബസിൽ. ഈ മൂന്ന് പരീക്ഷയ്ക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. LGSന് കുറച്ച് ക്യാപ്സ്യൂളായിട്ട് പഠിച്ചാൽ മതി. എന്നാലും ഈ മൂന്ന് പരീക്ഷകൾക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭേദഗതികളുടെ സിംഗിൾ വീഡിയോ ആണിത്. ഇത് പക്കായിട്ട് പഠിച്ചാൽ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും പുറത്ത് നോക്കേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭേദഗതികളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സെഷനാണിത്. ഇത് മുഴുവനും കണ്ട് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കുറച്ചായിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ ചാനലിൽ വീഡിയോ ഇട്ട് പോകും. അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓക്കെ. പിന്നെ ഈ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അതുപോലെ നോട്ട്സും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നൽകിക്കൊണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അത് മേടിച്ചാൽ അതിൽ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ആഴ്ചയും പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം കുറച്ചായിട്ട് നമ്മൾ നൽകിപ്പോവും. കറക്റ്റായിട്ട് അത് വെച്ച് മാത്രം പഠിച്ചാൽ പക്കായിട്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജോലി ക്രാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ആ ഒരു കോഴ്സിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDC കോഴ്സാണ് നോക്കുന്നതെങ്കിൽ PSC LDC എന്ന് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. LGS ആണ് നോക്കുന്നതെങ്കിൽ PSC LGS എന്ന് മെസ്സേജ് അയയ്ക്കുക. കുറച്ച് പേർക്കൂടെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ച് പോവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ കണ്ടതിന് ശേഷം മെസ്സേജ് അയച്ച് ഇന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അതനുസരിച്ച് പഠിച്ചു പോവുക. വീഡിയോയിലേക്ക് കിടക്കാം. 105 ഭേദഗതി, വർഷം 2021. ഈ 105 ഭേദഗതി വരുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് നിസ്സംശയം എഴുതാമല്ലോ. കാരണം 2014 തൊട്ട് ഈ 2025 ഈ വീഡിയോ എടുക്കുന്ന ടൈമിലും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു ലോജിക്ക് വെച്ച് എഴുതി ഓർത്തോണം. ചിലപ്പോൾ 2014 മുമ്പുള്ള 2013 ഒരു ഭേദഗതിയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കത് അന്നേരം ആ സമയത്ത് ഓർത്ത മൻമോഹൻ സിംഗ് ആണെന്ന് കിട്ടുമല്ലോ. അത്യാവശ്യം പ്രധാനമന്ത്രിമാരുടെ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചവർക്ക്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുപോലെ തന്നെ 2021 ഈ 105 ഭേദഗതി വരുമ്പോൾ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് എന്ന് പറയുന്നത് രാംനാഥ് കോവിന്ദാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു 105 ഭേദഗതി എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് പോകണം പരീക്ഷയ്ക്ക്. 105 ഭേദഗതി, അതായത് 127ാമത്തെ ഭേദഗതി ബില്ലായിരുന്നു ഇത്. ഈ 105 ഭേദഗതി പ്രകാരം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനർസ്ഥാപിച്ചു. എന്താണ് പറഞ്ഞത്? സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭേദഗതിയാണ് 105 ഭേദഗതി. ഇത് 2021 ഓഗസ്റ്റ് 18 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ 105 ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏത് എന്നും കൂടെ അറിഞ്ഞിരിക്കണം. 338B, 342A, 366. ഇതുപോലെ ഇന്ന ഭേദഗതി പ്രകാരം ഏതൊക്കെ അനുച്ഛേദങ്ങളിലാണ് മാറ്റം വന്നത് എന്നൊക്കെ ചോദ്യം ചോദിക്കാം. 338B, 342A, 366 ഈ 3 ആർട്ടിക്കിൾസിലും ഭേദഗതി അല്ലെങ്കിൽ മാറ്റം വന്നു 105 ഭേദഗതി പ്രകാരം. ഒറ്റവട്ടോടെ പറയാം. സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനർസ്ഥാപിച്ച ഭേദഗതിയാണ് 2021 105 ഭേദഗതി. ഈ ഭേദഗതി പ്രകാരം ചില അനുച്ഛേദങ്ങളിൽ മാറ്റം വന്നു. അവയാണ് 338B, 342A, 366 എന്നീ ആർട്ടിക്കിൾസിൽ ഭേദഗതി വന്നു. ഈ ഭേദഗതി വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇതിൽ ഒപ്പുവെച്ചത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണെന്നും ഓർക്കുക. ഓക്കെ. അപ്പോൾ 105 ഭേദഗതി ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് 106 ഭേദഗതി. 106 ഭേദഗതി 2023 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷേ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. 106 ഭേദഗതി ഒപ്പുവെച്ച പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. അതൊക്കെ ഒന്ന് ഓർത്തോണം. ഈ 106 ഭേദഗതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് ഈ 106 ഭേദഗതി. പ്രധാനപ്പെട്ട പോയിൻ്റാണത്. നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് 106
ഭേദഗതി. അതുകൊണ്ട് തന്നെ പുതിയ പാർലമെൻറ്റ് അവതരിപ്പിച്ച ബില്ല് ആയതുകൊണ്ട് മാത്രമല്ല, വേറെ ചില കാര്യങ്ങൾ കൊണ്ടും അതിനൊത്തിരി പ്രാധാന്യം അറിയിക്കുന്ന ഒരു ബില്ലാണ്. ഇതിൻ്റെ പേര്, ഈ 106 ഭേദഗതി മറ്റൊരു പേര് കൂടിയുണ്ട്. അതാണ് നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഈ ഒരു ബില്ലിൻ്റെ പേരെന്ന് പറയുന്നത്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് അല്ലേ. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് 106 ഭേദഗതിയുടെ പേര്. അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. പുതിയ പാർലമെൻറ്റിലെ മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് എന്നും പറഞ്ഞു. അപ്പോൾ അതെന്താണ് 106 ഭേദഗതി? ലോകസഭയിലെയും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 1/3 എന്ന് വെച്ചാൽ ഏകദേശം 33% വനിതകൾക്കായി 15 വർഷത്തേക്ക് സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് ഈ 106 ഭേദഗതി, അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 1/3, അതായത് 33% വനിതകൾക്കായി 15 വർഷത്തേക്ക് സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 106 ഭേദഗതി. വർഷം 2023. ഓർത്തിരിക്കുക, ഒറ്റയോടെ പറയാം. ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെയും മൊത്തം സീറ്റുകളുടെ 33%, 1/3 വനിതകൾക്കായി 15 വർഷത്തേക്ക് സംവരണം ചെയ്യാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 106 ഭേദഗതി. 106 ഭേദഗതി വർഷം 2023. 106 ആകട്ടോ, 106 ഓർത്തോണം. അപ്പോൾ ഇതിന് മറ്റൊരു പേര് നാരി ശക്തി വന്ദൻ അധിനിയം. ഇത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് എന്നും ഓർത്തിരിക്കുക. ഇനി ഈ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത കുറച്ച് അനുച്ഛേദങ്ങളാണ് 330A, 332A, 334D. ഓർത്തോണം, ഈ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളാണ് 330A, 332A, 334D. ഓക്കെ, അതുപോലെ തന്നെ രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാകില്ല എന്നും ഈ ഒരു ഭേദഗതി പ്രകാരം ഓർത്തുകൊള്ളുക. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. രാജ്യസഭകളിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും മാറ്റങ്ങൾ വന്നത് ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും അതുപോലെ തന്നെ നാഷണൽ ക്യാപിറ്റലായ ഡൽഹിയിലെയുമാണ്. മൊത്തം സീറ്റുകളുടെ 33%, അതായത് 1/3 വനിതകൾക്കായി 15 വർഷത്തേക്ക് സംവരണം ചെയ്തത്. ഈ ബില്ല് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അർജുൻ റാം മേഘ്വാൾ ആയിരുന്നു ഈ ബില്ല് അവതരിപ്പിച്ചത്. ഇതിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28 ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ 106 ഭേദഗതിയായി ബന്ധപ്പെട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 104 ഭേദഗതി 2020. ഇത് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിയമനിർമ്മാണ സഭകളിലെ SC/ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ആ ഒരു ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തുകയാണ് ഈ 104 ഭേദഗതി ചെയ്തത്. 104 ഭേദഗതി 2020 നിയമനിർമ്മാണ സഭകളിലെ SC/ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ SC/ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തി. ഇനി ഈ ഭേദഗതി പ്രകാരം ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള SC/ST വിഭാഗങ്ങളുടെ സംവരണം 2030 ജനുവരി 25 വരെ നീട്ടുകയും അതുപോലെ ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തു. അതാണ് ഈ ഭേദഗതി ചെയ്തത്. അപ്പോൾ SC/ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ സഭകളിലെ സംവരണവുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 104 ഭേദഗതി 2020. ഇനി അതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യം അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് പ്രകാരം ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള SC/ST വിഭാഗങ്ങളുടെ സംവരണം 2030 ജനുവരി 25 വരെ SC/ST വിഭാഗങ്ങളുടെ സംവരണം 2030 ജനുവരി 25 വരെ നീട്ടുകയും അതുപോലെ ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തു. ഒന്നുകൂടെ പറയാം, ഈ ഭേദഗതി പ്രകാരം ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള SC/ST വിഭാഗങ്ങളുടെ സംവരണം 2030 ജനുവരി 25 വരെ നീട്ടുകയും ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം റദ്ദാക്കുകയും ചെയ്തു. 104 ഭേദഗതി വർഷം 2020. ഇനി നമുക്ക് ഒന്നാമത്തെ ഭേദഗതി തൊട്ട് പ്രധാനപ്പെട്ട എല്ലാ ഭേദഗതികളും പഠിച്ചു പോവാം. ഈ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭേദഗതികളും പഠിച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഫുൾ മാർക്കും മേടിക്കാൻ പറ്റും. സോ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ഭേദഗതി അല്ലെങ്കിൽ ഫസ്റ്റ് അമെൻമെൻറ്റിൻ്റെ വർഷം 1951. 1951 ആണ് ഫസ്റ്റ് അമെൻമെൻറ്റിൻ്റെ വർഷമെന്ന് അറിഞ്ഞിരിക്കുക. PSC പരീക്ഷയ്ക്ക് ഫസ്റ്റ് അമെൻമെൻറ്റ് വർഷം ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ വരാൻ സാധ്യതയുള്ളത് 50, 51, 53 ആ രീതിയിൽ 50കളിലെ വാല്യൂസ് ആയിരിക്കും കൂടുതലായിട്ടും വരാൻ സാധ്യത.
സാധ്യതയുള്ളത്. സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒന്നാമത്തെ അമെൻമെൻറ്റ് ഒന്നാമത്തെ വർഷം തന്നെയാണ് എന്ന് ഓർത്താൽ മതി. ഒന്നാമത്തെ അമെൻമെൻറ്റ് ഒന്നാമത്തെ വർഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് 1950കളിലെ ആദ്യത്തെ വർഷം ഏതാണ്? 1951. ഒന്നാമത്തെ അമെൻമെൻറ്റ് ഒന്നാമത്തെ വർഷം 1951. സോ ഫസ്റ്റ് അമെൻമെൻറ്റ് 1951. ഓക്കെ, ഇനി 1, 9 ആ രണ്ട് വാക്കുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ? 1 എന്ന വാക്കും ആരംഭിക്കുന്നത് ഒ എന്ന അക്ഷരത്തിലാണ്, 9 എന്ന വാക്ക് ആരംഭിക്കുന്നതും ഒ എന്ന അക്ഷരത്തിലാണ്. ഓക്കെ, അപ്പം ആ വാക്കുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. ഒന്നാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് 9ാം പട്ടിക അല്ലെങ്കിൽ 9ാം ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 9ാം പട്ടിക അല്ലെങ്കിൽ 9ാം ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഒന്നാമത്തെ ഭേദഗതി വഴിയാണ്. വർഷം 1951. ഒന്നാമത്തെ ഭേദഗതി വഴിയാണ് 9ാം പട്ടിക അല്ലെങ്കിൽ 9ാം ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഒരു കാര്യം കൂടെ ഫസ്റ്റ് അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 1 എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക സൂചിപ്പിക്കാൻ വേണ്ടി ഈ ചൂണ്ടുവിരൽ ഉപയോഗിക്കാറുണ്ടല്ലോ, 1 അല്ലേ? അപ്പോൾ ചൂണ്ടുവിരൽ ചുണ്ടത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്താണ് അർത്ഥം? മിണ്ടരുത് അല്ലെങ്കിൽ ശബ്ദിക്കരുത്, ആ ഒരു രീതിയിലല്ലേ? അഭിപ്രായം പറയരുത് എന്ന് വിചാരിച്ചാൽ മതി. ചൂണ്ടുവിരൽ ചുണ്ടത്ത് വെച്ചാൽ അഭിപ്രായം പറയരുത്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയരുത് എന്ന് സൂചിപ്പിക്കാനാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തത് ഒന്നാമത്തെ ഭേദഗതി വഴിയാണ്. സോ ഒന്നാമത്തെ അമെൻമെൻറ്റ് 1 എന്നത് നമ്മൾ ഈ ചൂണ്ടുവിരൽ കൊണ്ട് സൂചിപ്പിച്ചു. ഒന്നെടുത്ത് ചൂണ്ടുവിരൽ ചുണ്ടത്ത് വെച്ചപ്പോൾ എന്താണ്? മിണ്ടരുത്, അഭിപ്രായം പറയരുത്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് ഒന്നാമത്തെ ഭേദഗതി അല്ലെങ്കിൽ ഫസ്റ്റ് അമെൻമെൻറ്റ്. ഓക്കെ, സോ പറഞ്ഞ പോയിന്റുകളൊന്നുകൂടെ പറയാം. ഫസ്റ്റ് അമെൻമെൻറ്റ് വർഷം ആദ്യത്തെ വർഷം തന്നെ 1951. 1, 9 ആ വാക്കുകൾ ഒന്ന് ചേർന്നിരിക്കുന്നുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. 9ാം പട്ടിക അല്ലെങ്കിൽ 9ാം ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഒന്നാമത്തെ അമെൻമെൻറ്റ് വഴിയാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ അഭിപ്രായം പറയരുത്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയും ഒന്നാമത്തെ ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് അമെൻമെൻറ്റ്. അടുത്തത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 7ാമത്തെ ഭേദഗതിയാണ്. 7th അമെൻമെൻറ്റ് അല്ലെങ്കിൽ 7ാമത്തെ ഭേദഗതി വർഷം 1956. 7ാമത്തെ അമെൻമെൻറ്റ് 1956. ആ 7 എന്ന നമ്പർ നമുക്ക് ഈ വർഷമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. വർഷം ഒന്ന് നോക്കി, 1956. 5, 6. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 7. അങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് എഴുതാമല്ലോ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ട് ആ 3 അക്കങ്ങൾ എഴുതാമല്ലോ. അപ്പം 7ാമത്തെ അമെൻമെൻറ്റ് 1956 ആണ് എന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിൽ കോർത്ത് പോകാമല്ലോ. സോ 1956 ആണ് 7th അമെൻമെൻറ്റ് അല്ലെങ്കിൽ 7ാമത്തെ ഭേദഗതി എന്ന് അറിഞ്ഞിരിക്കുക. ഇനി 7 എന്ന ഈ ഒരു നമ്പർ തിരിച്ചിടുകയാണെങ്കിൽ, ഒന്ന് റിവേഴ്സ് ചെയ്തിടുകയാണെങ്കിൽ എന്ത് വരും? ഇങ്ങനെ എല്ല് പോലെ വരത്തില്ലേ? എല്ലിൽ നിന്ന് തുടങ്ങുന്ന ഒരു വാക്കാണല്ലോ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഭാഷ. എല്ലിൽ നിന്ന് തുടങ്ങുന്ന വാക്കാണ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിച്ച ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ 7ാമത്തെ ഭേദഗതി. 1956 7ാമത്തെ ഭേദഗതിയാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിച്ചത്. നമ്മളെങ്ങനെയാണ് പറഞ്ഞത്? 7 എന്ന നമ്പർ തിരിച്ചിട്ടു, അപ്പോൾ എല്ല് വന്നു, എല്ലിൽ നിന്ന് ലാംഗ്വേജിലേക്ക് എത്തി. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിച്ച ഭേദഗതി 1956 7ാമത്തെ ഭേദഗതി അല്ലെങ്കിൽ 7th അമെൻമെൻ്റ് ആണ്. ഒറ്റ പോയിന്റോട് നമ്മൾ ഇതുമായിട്ട് അറിഞ്ഞിരിക്കണം. 7 എന്ന് എഴുതുന്നത് എങ്ങനെയല്ലേ? 7. ഈ 7ൻ്റെ ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം എഴുതിയാൽ എന്ത് വരും? ജി എന്ന് വരത്തില്ലേ? ജി. ഓക്കെ, ജി എന്ന വാക്കിൽ നിന്ന് ഗവർണറിലേക്ക് നമുക്കെത്താം. ജി എന്ന വാക്കിൽ നിന്ന് ഗവർണറിലേക്ക് എത്താം. ഇതുപോലെ ചെറിയ കണക്ഷനുകളൊക്കെ പറയുന്നത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പരീക്ഷാ സമയത്ത് നമ്മളത് ഓർത്തിരിക്കും, ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ ഗവർണറിലേക്ക് എത്തിയില്ലേ? ഇനി ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാവുന്നതാണ് എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയും 7ാമത്തെ ഭേദഗതിയാണ്. ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാവുന്നതാണ് എന്ന വ്യവസ്ഥ ചെയ്തതും 7ാമത്തെ ഭേദഗതി വഴിയാണെന്ന് അറിഞ്ഞിരിക്കുക. സോ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ 7ാമത്തെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. 7 തിരിച്ചിട്ടാൽ എന്ത് വരും? എല്ല് വരും. എല്ലിൽ നിന്ന് ലാംഗ്വേജ് വന്നു, ഭാഷ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിച്ച ഭേദഗതി 7th അമെൻമെൻറ്റ്. ഇനി 7ൽ നിന്ന് നമ്മൾ എന്താണ് എഴുതിയത്? 7ൽ നിന്ന് ജിയിലേക്ക് എഴുതി, ഇങ്ങനെ ഒരു വട്ടം ഇട്ട് ജിയിലേക്ക് എഴുതി അല്ലേ? ജിയിൽ നിന്ന് ഗവർണറിലേക്ക് എത്തി. ഒരു വ്യക്തിയെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാം എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയും 7th അമെൻമെൻറ്റ് 1956
1956 7ാമത്തെ അമെൻമെൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. വർഷവും നമ്മൾ കണക്ട് ചെയ്തു. 1956 അല്ലേ, 5 6 അടുത്ത നമ്പറാണ് 7. സോ 7th അമെൻമെൻറ്റ്. ഓക്കെ, ആ രീതിയിൽ 7ാമത്തെ ഭേദഗതി ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് അമെൻമെൻറ്റ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാമത്തെ ഭേദഗതിയാണ്, 9th അമെൻമെൻറ്റ്. വർഷം 1960. 9th അമെൻമെൻറ്റ് 1960. ഈ 9 എന്ന നമ്പർ തിരിച്ചിട്ടാൽ എന്ത് വരും? 6 എന്ന് വരത്തില്ലേ? സോറി, 9 എന്ന നമ്പർ തിരിച്ചിട്ടാൽ 6 എന്ന് വരും അല്ലേ? 9 എന്ന നമ്പർ തിരിച്ചിട്ടാൽ 6 എന്ന് വരും. 6ൻ്റെ അപ്പുറത്തൊരു 0 ഇട്ടാൽ 60 ആവുമല്ലേ? ചെറുതായിട്ട് നമുക്ക് ആ രീതിയിൽ 9ാമത്തെ അമെൻമെൻറ്റ് 1960 എന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ. 9 എന്ന നമ്പർ തിരിച്ചിട്ട് 6 എന്ന് വന്നു, ഒരു 0 കൂടെ ഇട്ട് 60 എത്തി. 1960 9ാമത്തെ ഭേദഗതി അല്ലെങ്കിൽ 9ാമത്തെ അമെൻമെൻറ്റ്. അപ്പോൾ 9 തിരിച്ചിട്ട് നമ്മൾ 6ലേക്ക് വന്നല്ലോ. ഈ 6ൽ നിന്ന് ബാറിലേക്ക് നമുക്ക് എത്താമല്ലോ. ബാർ, 6ൽ നിന്ന് ബാറിലേക്ക് എത്താം. ആ വാക്കുകളുടെ ഒരു സാദൃശ്യം കൊണ്ട് 6 ബാർ. ബാറിൽ നിന്ന് ബെറുബാറി എന്ന വാക്കിലേക്ക് എത്താമല്ലോ. ബെറുബറി എന്ന വാക്കിലേക്ക് എത്താം 6ൽ നിന്ന്. ഓക്കെ, ബെറുബറി യൂണിയൻ എന്ന പ്രദേശം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 9ാം ഭേദഗതി. ബെറുബറി യൂണിയൻ എന്ന പ്രദേശം പശ്ചിമ ബംഗാളിലുള്ള ഒരു പ്രദേശമാണ് ബെറുബാറി എന്ന പ്രദേശം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തത് 9ാമത്തെ ഭേദഗതി വഴിയാണെന്ന് അറിഞ്ഞിരിക്കുക. 1960 9ാമത്തെ ഭേദഗതി വഴിയാണ് ബെറുബാറി എന്ന പശ്ചിമ ബംഗാളിലെ സ്ഥലം പാകിസ്ഥാന് നൽകാൻ തീരുമാനിച്ചത്. ഇനി 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരമാണ് ബെറുബറി എന്ന സ്ഥലം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തത്. 1958 ഉടമ്പടി പ്രകാരം. സോ 9ാം ഭേദഗതി വന്നത് എപ്പോഴാണ്? 1960. 9 തിരിച്ചിട്ട് 6 എന്ന് വന്നു. 6ൽ നിന്ന് ബാറിലേക്ക് എത്തി. ബാറിൽ നിന്ന് ബെറുബറിയിലേക്ക് എത്തി. ബെറുബറി പാകിസ്ഥാൻ കൊടുത്ത അല്ലേ? പാകിസ്ഥാൻ കൊടുത്ത ഭേദഗതി ഏതാണ്? 9ാം ഭേദഗതി. 9ാം ഭേദഗതി 1960. മനസ്സിലാക്കിയിരിക്കുക. സോ നെക്സ്റ്റ് വൺ 11ാം ഭേദഗതി, 11th അമെൻമെൻറ്റ്. വർഷം 1961. അത് ഓർത്തിരിക്കാൻ വേണ്ടി 11 എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? 2 ഒന്നുകൾ അല്ലേ? 2 ഒന്നുകൾ, അതാണ് 11. സോ 2 1 നമ്മൾ വീണ്ടും എടുത്തെഴുതി. എന്തായാലും 1900-കളിലാണ്, 1990s നമുക്കറിയാം. അത് എന്താണ് 1900 ആ ഒരു റേഞ്ചാണെന്ന് നമുക്കറിയാം. 2000-ന് ശേഷം അല്ലല്ലോ 11ാം അമെൻമെൻറ്റ്. സോ 1900 നമുക്കറിയാം. ഇനി ഏത് വർഷമാണെന്നാണ് കൺഫ്യൂഷൻ. 1900 ആ 9 അങ്ങ് എടുത്തെഴുതി. 9 തിരിച്ചിട്ട് 6 എന്ന് വന്നു. അപ്പോൾ എന്തായി? 1961 അല്ലേ? സോ 1961 11ാമത്തെ ഭേദഗതി 1961 ആണെന്ന് അറിഞ്ഞിരിക്കുക. 11ാമത്തെ അമെൻമെൻറ്റ് 1961. ഇനി 11ാമത്തെ ഭേദഗതി എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ 2 1 ഇങ്ങനെ എഴുതിക്കോണം. പിന്നെ മനസ്സിലോർത്തോണം ഏത് 2000-ന് ശേഷമാണോ അതോ അതിന് മുമ്പാണോ? അതിന് മുമ്പാണെങ്കിൽ 1900 അല്ലേ? അപ്പോൾ 9 എഴുതി, 9 തിരിച്ചെഴുതി 1961. വർഷമൊക്കെ ഇതേ രീതിയിൽ 2-3 പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ഓർത്തിരിക്കുന്നതാണ്. അപ്പോൾ 11ാമത്തെ ഭേദഗതി 1961. ഇനി 11 നമുക്ക് വിരൽ കൊണ്ട് സൂചിപ്പിക്കണമെങ്കിൽ എങ്ങനെ സൂചിപ്പിക്കും? ഇങ്ങനെയല്ലേ? നമ്മുടെ 2 കൈയിലെയും ചൂണ്ടുവിരലൊന്ന് പൊക്കി പിടിച്ച് ഇങ്ങനെ 1 പൊക്കി കാണിച്ചാൽ 6 കാണിക്കുന്ന പോലെ കാണിച്ചാൽ 11 എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുമല്ലോ. 11 ഈ രീതിയിൽ. ഇനി ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ എന്താണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ വിരൽ പൊക്കി ഇങ്ങനെ എന്നൊക്കെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഈ ചെണ്ട കൊട്ടുന്നതിൻ്റെയൊക്കെ മുമ്പ് വലിയ ചെണ്ട വിദ്വാൻമാരൊക്കെ ചെണ്ട കൊട്ടുന്നതിൻ്റെയൊക്കെ മുമ്പിൽ ആൾക്കാർ പോയിന്ന് ഇങ്ങനെയൊക്കെ വെക്കുന്ന കാണാൻ പറ്റില്ല. അതിനൊക്കെ താളം ഉണ്ടായിരിക്കും, പക്ഷേ അതുപോലെയൊക്കെ താളം പിടിക്കുന്ന കാണാം. എന്തായാലും ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ഗസ്റ്ററാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ 2 1 അല്ലെങ്കിൽ 2 കൈ ഇങ്ങനെ പൊക്കിയൊക്കെ കാണിക്കുന്ന ആ ഒരു സംഭവം ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആഘോഷിച്ചിരുന്ന അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്ന മൊമെൻറ്റ്സ് എപ്പോഴായിരിക്കും ഉണ്ടായിരിക്കുന്നത്? നമ്മുടെ കോളേജ് കാലഘട്ടത്തിലാണല്ലോ. എല്ലാ വ്യക്തികളുടെയും എത്ര വലിയ പണക്കാരനും ധനികനും ഒക്കെ ആണെങ്കിലും തങ്ങളുടെ കോളേജ് കാലഘട്ടമായിരിക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞ ആഘോഷം നിറഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കോളേജ് എന്ന വാക്കിലേക്ക് ആ രീതിയിലൊന്ന് വളഞ്ഞു ചുറ്റി നമുക്ക് എത്താമല്ലോ. കോളേജ്. ഓക്കെ, കോളേജിൽ നിന്ന് ഇലക്ടറൽ കോളേജിലേക്ക് എത്താമല്ലോ. ഇലക്ടറൽ കോളേജ്. ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് ഇലക്ടറൽ കോളേജ് ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 11ാമത്തെ ഭേദഗതി എന്ന് ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് ബന്ധിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കി. 11ാമത്തെ ഭേദഗതി നമ്മൾ 2 1 ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കാണിക്കുന്നതിന് പകരം ആഘോഷം എന്ന് പറഞ്ഞു. ആഘോഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഘോഷമുള്ള നമ്മുടെ ജീവിത കാലഘട്ടം കോളേജ് കാലഘട്ടമാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് കോളേജിലേക്ക് എത്തി. പിന്നെ ഇലക്ടറൽ കോളേജ് ഏർപ്പെടുത്തി. ആരുടെ തെരഞ്ഞെടുപ്പിന്? വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് ഇലക്ടറൽ കോളേജ് ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 11ാമത്തെ ഭേദഗതി. 1961 11ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വഴി തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന ഉപരാഷ്ട്രപതിയെ ഇലക്ടറൽ കോളേജ് വഴി തിരഞ്ഞെടുക്കാൻ നിയമം കൊണ്ടുവന്നു. ഓക്കെ,
ഒന്നുകൂടെ പറയാം. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വഴി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിരുന്ന രീതി മാറ്റി ഇലക്ടറൽ കോളേജ് ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 11ാമത്തെ ഭേദഗതി. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വഴി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിരുന്ന രീതി മാറ്റി ഇലക്ടറൽ കോളേജ് ഏർപ്പെടുത്തിയ ഭേദഗതി 11ാമത്തെ ഭേദഗതി. വർഷം 1961, 1961 11th അമെൻമെൻറ്റ്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ കണക്ഷനുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിടുവോ അല്ലെങ്കിൽ ഒന്ന് കുറിച്ച് വെച്ച് എന്തായാലും ഒന്ന് ചെയ്തു പോവുക, എങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നീട് ഒരിക്കൽ നിങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒന്ന് എഴുതിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് 1-2 പ്രാവശ്യം 2 ദിവസം ഇടപെട്ട് നോക്കുമ്പോൾ വിത്തിൻ 5 minutes കൊണ്ട് നമുക്ക് ഇതെല്ലാം നോക്കി തീരാൻ പറ്റും. സോ ആ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ 11ാമത്തെ ഭേദഗതി 1961, കോളേജ്, ഇലക്ടറൽ കോളേജ്, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് അമെൻമെൻറ്റ് 15ാമത്തെ ഭേദഗതി, വർഷം 1963. ഓക്കെ, ഈ 15-ലെ 1ഉം 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 6 എന്ന് വരും അല്ലേ? 6 എന്ന നമ്പറിന് നമ്മുടെ PSC ക്ലാസ്സിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? കാലൻ്റെ നമ്പറാണ്. 6 എന്നത് കാലൻ്റെ നമ്പറാണ് എന്ന് നമുക്കറിയാം. സദാനന്ദന സമയത്തിൽ ദിലീപ് പറയുന്ന കുറേ ക്ലാസ്സുകൾ ഞാനിത് ഈ കോഡ് വെച്ച് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലും അത് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ 6 എന്നത് കാലൻ്റെ നമ്പറാണ്. കാലൻ്റെ ഡ്യൂട്ടി എന്താണ്? ചകാറായവരെ യമപുരിയിലേക്ക് കൊണ്ടുപോകുന്നു. അതാണല്ലോ കാലൻ്റെ ഡ്യൂട്ടി. ഇതേ സെയിം ഡ്യൂട്ടി അല്ലെങ്കിൽ ഇതിന് ഉത്തരവിടുന്ന ഒരാൾ നമ്മുടെ ഭൂമിയിലും ഉണ്ട്. ആരെന്നറിയോ? നമ്മുടെ ജഡ്ജിമാർ, കോടതിയിലെ ജഡ്ജിമാർ. അപ്പോൾ 6 എന്ന നമ്പറുമായിട്ട് നമുക്ക് ജഡ്ജിമാരെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ആ ചിന്താമണി കൊലക്കേസിലെ കറുത്ത കോട്ടൊക്കെ ഇട്ട സുരേഷ് ഗോപി ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. പുള്ളി ഇങ്ങനെ എല്ലാവരും കൊല്ലുമല്ലോ. അപ്പോൾ ആ രീതിയിൽ എന്താ പറയുക, വക്കീലും കോടതിയും ജഡ്ജിയും ഒക്കെ നമുക്കൊന്ന് കാലിനുമായിട്ട് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ? തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതാണല്ലോ ജഡ്ജി. അപ്പോൾ ആ രീതിയിലൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ 6 എന്ന നമ്പർ ജഡ്ജിമാരോട് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ജഡ്ജിമാരുടെ റിട്ടയർമെൻറ്റ് പ്രായം 60 ആയിരുന്നു. ഹൈക്കോടതി ജഡ്ജിമാരുടെ റിട്ടയർമെൻറ്റ് പ്രായം 60 ആയിരുന്നു. അത് 62 ആക്കി ഉയർത്തിയ ഭേദഗതിയാണ് 15ാമത്തെ ഭേദഗതി. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62-ലേക്ക് ഉയർത്തിയ ഭേദഗതിയാണ് 15ാം ഭേദഗതി. ഇനി വർഷം ഏതാണ്? 62-ലേക്കല്ല ഉയർത്തിയത്, തൊട്ടടുത്ത നമ്പർ 63. 1963 വർഷം. 15ാം ഭേദഗതി 1963. അപ്പം നമ്മൾ 1ഉം 5ഉം കൂടെ കൂട്ടി 6 എന്നെടുത്തു. 6 കാലൻ്റെ നമ്പറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഭൂമിയിലെ വ്യക്തിയാണ് ജഡ്ജി എന്ന് പറയുന്നത്. ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് പ്രായം, ഹൈക്കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് പ്രായം 60 ആയിരുന്നു. അത് 62-ലേക്ക് ഉയർത്തിയ ഭേദഗതിയാണ് 15ാം ഭേദഗതി. 1963-ലെ 15ാം ഭേദഗതി. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62-ലേക്ക് ആക്കിയ ഭേദഗതി 15ാം ഭേദഗതി. വർഷം ഏതാണ്? 62-ലേക്കല്ല ഉയർത്തിയത്, അതിൽ നിന്ന് 63-ലേക്ക് എത്താം. 1963. ഓക്കെ, പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് അമെൻമെൻറ്റ്. നെക്സ്റ്റ് 21ാമത്തെ ഭേദഗതി. 1967-ലെ 21ാമത് ഭേദഗതിയാണ് ഇനി പറയാൻ പോകുന്നത്. ആ 21 എന്ന നമ്പർ നോക്കാം. 21 എഴുതുന്നത് എങ്ങനെയാണ്? ഈ ഒരു എന്താ പറയുക, 7 എഴുതുന്ന പോലെയല്ലേ? ഈ താഴത്തെ 1ൻ്റെ താഴത്തെ ആ ഒരു ഭാഗം മാറ്റിയാൽ അത് വേണമെങ്കിൽ 7 എന്ന് നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെ ഒന്ന് എഴുതിയാൽ ഒന്ന് 7 എന്നൊന്ന് വായിക്കാം. അപ്പോൾ ആ 7-ൽ നിന്ന് 67-ലേക്ക് ഒന്ന് എത്താമല്ലോ. 1967 എന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിൽ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. എന്തെങ്കിലും ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതാണ് ഞാൻ പറയുന്നത്. 21-നെ ഇനി ആ രീതിയിൽ ഓർത്തോണം. 21-ലെ 1 എടുക്കുന്നു, 1 7 ആക്കുന്നു, 7 എടുത്ത് 67-ലേക്ക് എത്തുന്നു. 60-കളിലായിരിക്കുമെന്ന് നമുക്ക് ഒരുപക്ഷെ പരീക്ഷാ സമയത്ത് ഓർത്തിരിക്കും. പക്ഷേ 67 ആണോ 66 ആണോ എന്നൊക്കെയായിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. സോ ഈ രീതിയിൽ ഓർക്കുക. 1967 21ാമത്തെ അമെൻമെൻറ്റ്. സോ 21-ലെ 1-ൽ നിന്ന് നമ്മൾ 7-ലേക്ക് എത്തി. 7-ൻ്റെ അടുത്ത നമ്പർ ഏതാണ്? 8. 8ാമത്തെ പട്ടികയിൽ 15ാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തിയത് 21ാമത് ഭേദഗതി വഴിയാണ്. 8ാമത്തെ പട്ടികയിൽ 8th ഷെഡ്യൂളാണല്ലോ ലാംഗ്വേജസ്. 8ാമത്തെ പട്ടികയിൽ 15ാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തിയത് 21ാമത് ഭേദഗതി വഴിയാണെന്ന് അറിഞ്ഞിരിക്കുക. 1967-ലെ 21ാമത് ഭേദഗതി വഴിയാണ് 8ാമത്തെ പട്ടികയിൽ 15ാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തിയത്. 8ാമത്തെ പട്ടികയിൽ 15ാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തിയത് 1967-ലെ 21ാമത് ഭേദഗതി വഴിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് അമെൻമെൻറ്റ്. അടുത്തത് 24ാമത്തെ ഭേദഗതി. 24ാമത്തെ ഭേദഗതി. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോണം ഞാൻ ഈ കണക്ഷൻ പറയുന്നത്. 24. ഓക്കെ, 24-ലെ ആ 4 ഞാനിങ്ങെടുത്തു. ഈ 4 എന്ന് പറയുന്ന നമ്പർ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? അതിനെ ഞാനൊന്ന് എന്താ പറയുക, വിഭജിച്ചാൽ ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ ഒരു സാധനവും പ്ലസ് ഇങ്ങനെ ഒരു വരയ്ക്കുന്ന 4-ൻ്റെ ആ
സംഭവമില്ല വര, അതും കൂടെ ചേർന്നാണല്ലോ ഈ 4 ഉണ്ടായിരിക്കുന്നത്. ഇനി ആ 4 ഉണ്ടായിരിക്കുന്ന എല്ല് പോലത്തെ സാധനം ഞാനൊന്ന് തിരിച്ചിട്ടാൽ ഇങ്ങനെ എഴുതാമല്ലേ, ഈ ഒരു സാധനവും ഈ ഒരു വരയായിട്ട് ആക്കാൻ മേലെ. അതിനെ നമുക്ക് 71 എന്ന് വായിക്കാൻ മേലെ. അതിൽ നിന്ന് 71ലേക്ക് നമുക്ക് എത്താൻ മേലെ, 1971ലേക്ക്. സോ 24ാമത്തെ ഭേദഗതി 1971 1971 24ാമത്തെ ഭേദഗതി. ഞാൻ ഇത്രയും ഡീപ്പായിട്ട് നമ്പറൊക്കെ ഇങ്ങനെ എന്താ പറയുക ഭേദഗതി ചെയ്ത് അല്ലെങ്കിൽ വിഭജിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തൊക്കെ കാണിച്ചതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ 4 എന്ന് പറയുന്ന നമ്പറാണല്ലോ ഞാനിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിഭജിച്ച് കാണിച്ചത്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ട ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച ഭേദഗതിയാണ് 24ാമത് ഭേദഗതി. ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചു. ഈ 24ലെ 4 ഞാൻ മൊത്തത്തിൽ ഒന്ന് ഭേദഗതി ചെയ്ത് 71 ആക്കിയല്ലോ. അതുപോലെ മൗലികാവകാശം ഉൾപ്പെട്ട ഭരണഘടനയുടെ ഏത് ഭാഗവും, മൗലികാവകാശം ഉൾപ്പെടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച ഭേദഗതി 24ാമത്തെ ഭേദഗതി 1971. ഓർത്തിരിക്കുക, 24th അമെൻമെൻറ്റ് 1971 മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചത്. ആ 4 ഞാൻ മാറ്റി തിരിച്ചു കുറിച്ച് 71 ആക്കിയതൊക്കെ ഒന്ന് ഓർത്താൽ മതി. അപ്പം ഭേദഗതി ചെയ്താണല്ലോ 71 ആക്കിയത്. അപ്പോൾ ഏത് ഭാഗം വേണമെങ്കിലും എന്തും പാർലമെൻറ്റിന് ഭേദഗതി ചെയ്യാമെന്നൊക്കെ ആ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലേക്ക് ഓർത്തു പോവുക. അപ്പോൾ അതാണ്. ഇനി ഒരു ഒറ്റ പോയിന്റൂടെ ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ 24ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തതും ഈ ഭേദഗതി പ്രകാരമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തത് ഏത് ഭേദഗതി വഴിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 24ാം ഭേദഗതി. 1971 24ാം ഭേദഗതി വഴിയാണ് ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തത് എന്ന് അറിഞ്ഞിരിക്കുക. സോ 2 പോയിന്റുകളാണ് 1971 24ാം ഭേദഗതി പ്രകാരം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച ഭേദഗതിയും 1971 24ാമത് ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ 26ാമത്തെ ഭേദഗതി. അതും 71 തന്നെയാണ്. 26ാമത്തെ ഭേദഗതി 71. ഒരു 25 വയസ്സ് വരെയൊക്കെ സാധാരണ വീട്ടിലെ ആൺപിള്ളേർക്കൊക്കെ അച്ഛനമ്മമാർ പേഴ്സി കാശൊക്കെ വെക്കാൻ കൊടുക്കും, പോക്കറ്റ് മണിയൊക്കെ കൊടുക്കും. 25 വയസ്സ് 26 ആയി കഴിയുമ്പം നീ പോയി പണിയെടുത്തോളാൻ പറയും. കാരണം ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ലെവലൊക്കെ മാറിയില്ലേ, കോളേജും കാര്യങ്ങളും PG വരെ കഴിയാൻ സമയമായി. അപ്പോൾ 26ാമത്തെ വയസ്സിൽ ഓർത്താൽ മതി, 26ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോൾ പേഴ്സി വെക്കാൻ കാശൊന്നും വീട്ടുകാർ കൊടുക്കത്തില്ല എന്നൊക്കെ ചുമ്മാ ഒന്ന് ഓർത്തി. അപ്പോൾ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് 26ാം ഭേദഗതി പ്രകാരമാണ്. നാട്ടുരാജാക്കന്മാരുടെ പ്രിവി പേഴ്സ്, ആ ടേം ഓർത്തിരിക്കുക, പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് 26ാം ഭേദഗതി പ്രകാരമാണ്. അതും 71 തന്നെയാണ്. 1971 26ാം ഭേദഗതി. 26th അമെൻമെൻറ്റ് മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഭേദഗതി 26ാം ഭേദഗതി, വർഷം 1971 ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് 29ാമത്തെ ഭേദഗതി, വർഷം 1972. 29ാമത്തെ ഭേദഗതി 1972. 29 എന്ന നമ്പർ അവസാനിക്കുന്നത് 9 എന്ന നമ്പറിലാണ്. 72ലെ അവസാനത്തെ 2 അക്കങ്ങളായ 7ഉം 2ഉം കൂട്ടിയാലും 9 കിട്ടും. അപ്പോൾ ചെറുതായിട്ട് ആ വർഷവും ഭേദഗതിയും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. 29 1972. ഓക്കെ, ഇനി 9 തന്നെ വീണ്ടും എടുക്കാം. 9ാം ഷെഡ്യൂളിൽ കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 1972 29ാം ഭേദഗതി. 9ാം ഷെഡ്യൂളിൽ കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെ ഉൾപ്പെടുത്തി. ഓർത്തിരിക്കുക, 29 എന്ന് നമ്മൾ പറഞ്ഞു. 29ലെ 9 ആയിട്ട് കണക്ട് ചെയ്ത് 1972 7നെയും 2നെയും നമ്മൾ കൂട്ടി പറഞ്ഞു. 7ഉം 2ഉം കൂട്ടിയാൽ 9 എന്ന് വരും. ഇനി ആ 9 തന്നെ വീണ്ടും എടുത്തു. 9ാം ഷെഡ്യൂളിൽ കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 29ാം ഭേദഗതി. 1972 29ാം അമെൻമെൻറ്റ് പ്രകാരമാണ് കേരള ഭൂപരിഷ്കരണ നിയമങ്ങളെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത്. കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകിയ ഭേദഗതി ഏതെന്നും ചോദിക്കാം. അതും ഇത് തന്നെയാണ്. കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകിയ ഭേദഗതി 29th അമെൻമെൻറ്റ് 1972. ഓക്കെ, ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അമെൻമെൻറ്റ്
31ാമത് ഭേദഗതി വർഷം 1972 തന്നെയാണ് 31ാമത് ഭേദഗതി. ആ 3 1 കൂട്ടിയാൽ എന്ത് വരും? 4 എന്ന് വരും അല്ലേ? 3 1 കൂട്ടിയാൽ 4 എന്ന് വരും. ഈ 4 താഴോട്ടുള്ള വര മാറ്റിയാൽ എന്ത് വരും? ഇങ്ങനെ ഒരു എല്ല് പോലത്തെ സംഭവം വരത്തില്ലേ? എല്ലിൽ നിന്ന് ഇവിടെ നമ്മൾ ഓർത്തെടുക്കേണ്ടത് ലോകസഭയാണ്. നേരത്തെ നമ്മൾ ലാംഗ്വേജ് ഓർത്തായിരുന്നു, ഇനി ഓർക്കേണ്ടത് ലോകസഭ. 3 1 വരുമ്പോൾ ലോകസഭ ഓർത്തോണം. ഇതൊക്കെ ഞാൻ ഈ കണക്ഷൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് പരീക്ഷാ സമയത്ത് ഓർമ്മ വരാൻ വേണ്ടിയാണ്. ചുമ്മാ നമുക്കും പറഞ്ഞു പോകാം എന്ന് പറയാം. 31ാമത്തെ ഭേദഗതി 72 ലോക്സഭ, അങ്ങനെ എന്താ പറയുക, എല്ലാവരും പറയുന്ന പോലെ ചുമ്മാ പറഞ്ഞു പോയാൽ നമുക്കും ക്ലാസ് പെട്ടെന്ന് തീരും. പക്ഷേ അതിലും നല്ലത് എന്തെങ്കിലും ഒരു കണക്ഷൻ പറയുമ്പോൾ അത് എവിടെയെങ്കിലും എഴുതിയിട്ട് പോകുമ്പോൾ നിങ്ങൾ ആ സംഭവങ്ങളുമായിട്ടൊന്ന് സുപരിചിതമായി പോകുമല്ലോ. ഇതിന് പിന്നീട് മറന്നു പോയാലും പരീക്ഷാ സമയത്ത് ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സ്പാർക്ക് വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോഡുകൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് കമൻറ്റുകൾ വന്നായിരുന്നു, കോഡ് ഓർത്തിരിക്കാൻ എന്തെങ്കിലും കോഡ് പറയുമോ എന്നൊക്കെ. ചിലപ്പം നമ്മളെ വിമർശിച്ചായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിരുന്നാലും കോഡ് വെച്ച് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ഉപകാരപ്രദമെന്ന് വിചാരിച്ചാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ തന്നെ വീണ്ടും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേർക്ക് ഇല്ലെന്നറിയാം, എന്നിരുന്നാലും ഭൂരിഭാഗം പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 31ാമത്തെ ഭേദഗതിയാണ് 1972. എന്താണ് നമ്മൾ പറഞ്ഞത്? 3 1 കൂട്ടി 4 1 4 ഇങ്ങനെ എല്ലാക്കി എഴുതി. അത് ലോക്സഭ എന്ന് വന്നു. ലോക്സഭയിലെ അംഗസംഖ്യ 525 നിന്ന് 545 ആക്കി മാറ്റിയത് 31ാം ഭേദഗതി പ്രകാരമാണ്. വർഷം 72. ഓർത്തിരിക്കുക, 31ാമത്തെ ഭേദഗതി പ്രകാരമാണ് ലോക്സഭയിലെ അംഗസംഖ്യ 525 നിന്ന് 545 ആക്കി മാറ്റിയത്. 525 to 545. എന്തായാലും 5 തുടങ്ങി 5 അവസാനിക്കുന്നു നമുക്ക് പറയാം. ആദ്യത്തേത് 2, രണ്ടാമത്തേത് 4. സോ 525 നിന്ന് 545 എത്തി. 525 നിന്ന് 545 മാറ്റിയത് 31ാമത് ഭേദഗതി പ്രകാരമാണ്. വർഷം 1972. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ 33ാമത് ഭേദഗതി, 33rd അമെൻമെൻറ്റ്, വർഷം 1974. 1974. 33ാമത് അമെൻമെൻറ്റ് 1974. ഓക്കെ, 33 2 3 അല്ലേ? അതിൽ ആദ്യത്തെ 3 ഇങ്ങനെ എഴുതിയിട്ട് മറ്റേ 3 ഇപ്പുറത്തുള്ള 3 ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി. അപ്പോൾ എന്ത് വരും? ഒരു കൂടാരം പോലെ അല്ലെങ്കിൽ ഒരു ജയിൽ പോലെ ഇങ്ങനെ ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സംഭവം വരത്തില്ലേ? അതിനകത്ത് ഒരു MP-യും ഒരു MLA-യും നിൽക്കുന്നുണ്ട് എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഒരു MP-യും MLA-യും. അപ്പോൾ 2 പേര് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഈ രീതിയിൽ ഒരു MP-യും MLA-യും വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? അവർക്ക് ഭയങ്കരമായി പ്രഷറാവും, സമ്മർദ്ദം ഉണ്ടാകും. സോ സമ്മർദ്ദം ഉണ്ടായാൽ ഇവരെന്ത് ചെയ്യും? ഇവർ രാജിവെക്കും എന്ന് ഓർത്താൽ മതി. സമ്മർദ്ദം ഉണ്ടായാൽ രാജിവെക്കും. സോ 33നെ ആ രീതിയിൽ ചുമ്മാ നമ്മൾ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റും. അല്ല ചുമ്മാ പറഞ്ഞു പോയാൽ ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നത്. MP MLA നമ്മൾ ആ 3 ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു കൂടിനകത്താക്കി അവർക്ക് പ്രഷർ കൊടുത്തപ്പം നമ്മുടെ യഥാർത്ഥ രീതി പറയുകയാണെങ്കിൽ പ്രഷർ എന്നല്ല പറയേണ്ടത്, കാശ് കൊടുത്താണ്. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്, ഇന്ന പാർട്ടിയുടെ ഇതിൽ മത്സരിച്ചിട്ട് അവരെ പിന്നെ എന്താ പറയുക, നിയമസഭ അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ കൊണ്ട് ഒളിപ്പിച്ച് താമസിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. കാരണം അല്ലെങ്കിൽ കാശ് കൊടുത്താൽ അവർ മറിയും. അപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 33ാമത്തെ ഭേദഗതി MP MLA എന്നിവർ സമ്മർദ്ദത്തിന് വിധേയരായി രാജിവെക്കുന്നത് തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ്. 33ാമത്തെ ഭേദഗതി MP MLA എന്നിവർ സമ്മർദ്ദത്തിന് വിധേയരായി രാജിവെക്കുന്നത് തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി. 33ാമത്തെ ഭേദഗതിയുടെ വർഷം ഏതാണ്? 1974 എന്നൂടെ പറയാം. MP MLA എന്നിവരൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജിവെക്കുന്നതിനെ തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 33rd അമെൻമെൻറ്റ് 1974 എന്ന് അറിഞ്ഞിരിക്കുക. 33ാമത്തെ ഭേദഗതി 1974. ഓക്കെ, സോ നെക്സ്റ്റ് അമെൻമെൻറ്റ് 36ാമത്തെ ഭേദഗതി, വർഷം 1975. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 36th അമെൻമെൻറ്റ് 1975. സിക്കിമിന് സംസ്ഥാന പദവി നൽകിയ ഭേദഗതിയാണ് 1975-ലെ 36ാമത് ഭേദഗതി. സിക്കിമിന് സംസ്ഥാന പദവി നൽകിയ ഭേദഗതിയാണ് 1975-ലെ 36ാമത് ഭേദഗതി എന്ന് അറിഞ്ഞിരിക്കുക. ഒരു ചെറിയ കൺഫ്യൂഷനുള്ള സംഭവം അവിടെ വരാൻ സാധ്യതയുണ്ട്. 35ാമത്തെ ഭേദഗതി, സിക്കിമിന് അസോസിയേറ്റ് സംസ്ഥാനം അല്ലെങ്കിൽ അസോസിയേറ്റ് സ്റ്റേറ്റ് എന്ന പദവി നൽകിയത് 35ാമത്തെ ഭേദഗതിയാണ്. ഒരുപക്ഷെ അങ്ങനെ ചോദിച്ചാൽ ചാടിക്കയറി 36 എന്ന് എഴുതരുത്. സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവി നൽകിയത് 35ാമത്തെ ഭേദഗതി. സിക്കിമിന് സംസ്ഥാന പദവി നൽകിയ ഭേദഗതി 36ാമത്തെ ഭേദഗതിയാണെന്നും അറിഞ്ഞിരിക്കുക. അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. സിക്കിമിന് സംസ്ഥാന പദവി നൽകിയ ഭേദഗതി 36ാമത്തെ ഭേദഗതി, വർഷം 1975 ആണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി 2 അമെൻമെൻറ്റ്സോടെ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു വീഡിയോയിൽ. കുറേ എണ്ണം ഇനിയും ഉണ്ട്, എന്നിരുന്നാലും പ്രധാനമായും PC പരീക്ഷകളിൽ ചോദിക്കുന്ന 2 അമെൻമെൻറ്റ്സോടെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത്
44th അമെൻമെൻറ്റ് 44ാമത്തെ ഭേദഗതി വർഷം എത്രയാണ്? 1978. 1978 44ാമത് ഭേദഗതി. ഏറ്റവും കൂടുതൽ പേര് തെറ്റിക്കുന്ന ഈ വർഷമാണ്. പലപ്പോഴും BSc ചോദിക്കുക 44ാമത്തെ അമെൻമെൻറ്റ് ഏത് വർഷമാണെന്ന്. ഓപ്ഷനിൽ 1976 കാണും, 77 കാണും, 78 കാണും. അപ്പോൾ പലരും 76 എഴുതും, തെറ്റിപ്പോവുകയും ചെയ്യും. ഓർത്തിരിക്കുക 78. ഈ 4 കൂട്ടിയാൽ എന്ത് വരും? 44 4 കൂട്ടിയാൽ 8 എന്ന് വരും. ആ രീതിയിൽ 78 കണക്ട് ചെയ്യാമല്ലോ. സോ 44ാമത് ഭേദഗതി 1978. 1978 44ാമത്തെ ഭേദഗതി എന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണ് ഈ ഒരു ഭേദഗതിയുമായി ബന്ധപ്പെട്ട് PSc ചോദിക്കുന്ന രീതിയിൽ? സ്വത്തവകാശം തന്നെ. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44ാമത് ഭേദഗതി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 44th അമെൻമെൻറ്റ് 1978 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി 352 ഉണ്ടല്ലോ ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 44ാമത് അമെൻമെൻറ്റ്. ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന ടേം മാറ്റി ആംഡ് റെബലിയൻ അല്ലെങ്കിൽ സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 352 ആഭ്യന്തര കലഹം എന്ന ടേം മാറ്റി സായുധ വിപ്ലവം അല്ലെങ്കിൽ ആംഡ് റെബലിയൻ എന്ന ടേം കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 1978 44ാമത് ഭേദഗതി എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തതും 1978 44ാമത് ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. അപ്പോൾ 352മായി ബന്ധപ്പെട്ട് 2 പോയിന്റുകൾ, ആഭ്യന്തര കലഹം എന്ന ടേം മാറ്റി സായുധ വിപ്ലവം അല്ലെങ്കിൽ ആംഡ് റെബലിയൻ എന്ന ടേം കൊണ്ടുവന്നു. 352 ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തതും ഈ അമെൻമെൻറ്റ് പ്രകാരമാണ്. 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദ് ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങൾ 20ഉം 21ഉം ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥ ചെയ്തതും ഈ അമെൻമെൻറ്റ് പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക. ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 44ാമത് ഭേദഗതി പാസ്സാക്കിയത് എന്ന് ചോദിക്കാം. അത് ജനതാ ഗവൺമെൻറ്റാണ്. ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 44ാമത് ഭേദഗതി പാസ്സാക്കിയത്. നമ്മുടെ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്. ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 44ാമത് ഭേദഗതി പാസ്സാക്കിയത് എന്നും അറിഞ്ഞിരിക്കുക. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ 42ാമത്തെ അമെൻമെൻറ്റും പഠിച്ചു പോകണം. 42ാമത്തെ ഭേദഗതി അതാണ് 1976 ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാമത് ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? 42ാമത് ഭേദഗതി. ഈ 4 കൂട്ടിയാൽ എന്ത് വരും? 6 എന്ന് വരും. 76 6. സോ 1976 42ാമത് ഭേദഗതി എന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ന് ചോദിക്കാം. അത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക. സ്വരൺ സിംഗ് കമ്മിറ്റി. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി കൂട്ടിച്ചേർത്തത് ഈ അമെൻമെൻറ്റ് പ്രകാരമാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി 42ാമത് ഭേദഗതി. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത് 42ാമത് ഭേദഗതി പ്രകാരമാണ്. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി. അതുപോലെ ഭാഗം 4A ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി എന്നൊക്കെ ചോദിച്ചാലും ഇത് തന്നെയാണ്. 10 മൗലിക കടമകൾ. അതുപോലെ 4A അല്ലെങ്കിൽ 51A എല്ലാം തുല്യമാണ്. 4A കൂട്ടിച്ചേർത്ത ഭേദഗതി, 51A കൂട്ടിച്ചേർത്ത ഭേദഗതി, 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി എന്നൊക്കെ ചോദിച്ചാലും 42ാമത് ഭേദഗതി. ഒന്നുകൂടെ പറയാം. 10 മൗലിക കടമകൾ. 4A പാർട്ട് 4A ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി, ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർത്ത ഭേദഗതി. ഇതെല്ലാം 42ാമത് ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് ഭാഗം 14A കൂട്ടിച്ചേർത്തതും ഈ ഭേദഗതി പ്രകാരമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 14A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് 14A കൂട്ടിച്ചേർത്തതും ഈ അമെൻമെൻറ്റ് പ്രകാരമാണ് എന്ന് അറിഞ്ഞിരിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് 14A കൂട്ടിച്ചേർത്തത്
ഈ അമെൻമെൻറ്റ് പ്രകാരമാണെന്നും ഓർത്തിരിക്കുക. സോ എപ്പോഴും ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളാണ് 42ഉം 44ഉം. ഇത് രണ്ടും എന്തായാലും പഠിച്ചിരിക്കണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൂടുതലായിട്ട് PSC ചോദിക്കുന്ന രണ്ട് അമെൻമെൻറ്റുകളാണ് എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് 42ാം ഭേദഗതി പാസ്സാക്കിയത് എന്ന് ചോദിക്കാം. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 42ാം ഭേദഗതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് പാസ്സാക്കിയത് എന്ന് അറിഞ്ഞിരിക്കുക. 42ാമത് ഭേദഗതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. 52ാം ഭേദഗതി വർഷം 1985. 52ാം ഭേദഗതി വർഷം 1985. ആ അക്കങ്ങൾ നോക്കി. 52ാം ഭേദഗതിയിലെ 5ഉം 2ഉം അവ തമ്മിലൊന്ന് ഗുണിച്ചാൽ എന്ത് വരും? 5 ഗുണം 2 10 എന്ന് വരും അല്ലേ? 5 ഗുണം 2 10. 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണെന്ന് ചോദിച്ചാൽ 52ാം ഭേദഗതി. 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി 52ാം ഭേദഗതി വർഷം 1985. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നത് ഏത് ഭേദഗതിയാണെന്ന് ചോദിക്കാം. അത് 52ാം ഭേദഗതിയാണ്. ആൻറ്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നത് 52ാം ഭേദഗതിയാണ്. 10ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് എന്ന് ചോദിച്ചാലും 52ാം ഭേദഗതിയാണ്. കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നതും ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നറിയപ്പെടുന്നതും 52ാം ഭേദഗതിയാണ്. ഓക്കെ, ഇനി അത് ഓർത്തിരിക്കാൻ വേണ്ടി ആ 5നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 10 എന്ന് ലഭിച്ചില്ലേ? ഈ താളവട്ടം സിനിമയിൽ ഒരു സീൻ ഉണ്ടല്ലോ, ഭ്രാന്താശുപത്രിയിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി മോഹൻലാൽ ജഗതിക്ക് ഒരു 10 രൂപ ഓഫർ ചെയ്തിട്ട് എൻ്റെ കട്ടിലേ പോയി പുതച്ച് മൂടി കിടക്കണമെന്ന് പറയുന്ന ആ ഒരു സീൻ. അപ്പോൾ ലാസ്റ്റ് ജഗതി സമ്മതിക്കും, 10 രൂപ മേടിച്ചുകൊണ്ട് ആ കട്ടിലേ പോയി കിടക്കും. നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളെ നോക്കിക്കും. 10 രൂപ കണ്ടാ നാരായണപിള്ള വരണ്ടോന്ന് ചോദിച്ചല്ലോടാ. ചുരുട്ടി കൈ വെച്ചോ, പണത്തണങ്ങുന്നു. നീ എന്നെ നശിപ്പിച്ച് കിടങ്ങുമല്ലേടാ. അരമണിക്കൂറിനകത്ത് വരുവോടെ? ഓ, അപ്പോൾ 10 രൂപ തന്നാൽ കൂറ് മാറുമെന്ന് ഓർത്താൽ മതി. 10 രൂപ തന്നാൽ കൂറ് മാറും. 10ാം പട്ടികയിലേക്ക് എത്തി, കൂറുമാറ്റത്തിലേക്കും എത്തി. കൂറുമാറ്റ നിരോധന നിയമം ആൻറ്റി ഡിഫെക്ഷൻ ലോ 52ാം ഭേദഗതി കണക്ട് ചെയ്തു. 10ാം പട്ടികയും കൂറുമാറ്റ നിരോധന നിയമവും 52ലേക്ക് നമ്മൾ ആ രീതിയിലൊന്ന് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സോ 52ാം ഭേദഗതി വർഷം 1985 കൂറുമാറ്റ നിരോധന നിയമത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. അതുപോലെ 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണെന്നും ചോദിച്ചാലും 52ാം ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ പാർലമെൻറ്റ് അംഗങ്ങളുടെയും അതുപോലെ നിയമസഭ സാമാജികരുടെയൊക്കെ അയോഗ്യതയെ പറ്റി പ്രതിപാദിക്കുന്ന ഭേദഗതിയാണ് ഈ 52ാം ഭേദഗതി. ഓക്കെ, അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം 10ാം പട്ടിക കൂട്ടിച്ചേർത്തു. 52ാം ഭേദഗതി 1985. നെക്സ്റ്റ് വൺ 56ാം ഭേദഗതി വർഷം 1987. 56ാം ഭേദഗതിയുടെ വർഷം 1987. ആ അക്കങ്ങളൊന്ന് അടുപ്പിച്ച് എഴുതിക്കുക. 56ാം ഭേദഗതിയല്ലേ? 56 വർഷം ഏതാണ്? 87. 87ലെ അക്കങ്ങളൊന്ന് തിരിച്ചെഴുതിക്കുക. എന്ത് വരും? 8 7 8 എന്ന് വരും അല്ലേ? 5 6 7 8 തുടർച്ചയായിട്ടുള്ള ഒരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലേ? 5 6 7 8. 56ാം ഭേദഗതി 87ലാണ്. 87ലെ അക്കങ്ങളൊന്ന് റിവേഴ്സ് ചെയ്തപ്പം 78 എന്ന് വന്നു. നമുക്ക് അടുപ്പിച്ച് വായിച്ചാൽ 5 6 7 8 എന്ന് വന്നു. അപ്പോൾ ആ രീതിയിൽ ആ വർഷവും ഭേദഗതിയുടെ നമ്പറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. 78 റിവേഴ്സ് ചെയ്താണ് 87 വന്നതെന്ന് ഓർത്താൽ മതി. 5 6 7 8 എഴുതിയിട്ട് 78 റിവേഴ്സ് ചെയ്താണ് 87 വന്നത്. അപ്പോൾ 56ാം ഭേദഗതി വർഷം 1987. ഈ 56ലെ 5 6 കൂട്ടിയാൽ എന്ത് വരും? 11 എന്ന് വരും അല്ലേ? 5 + 6 11. 11 എന്ന നമ്പർ നമ്മൾ കൈകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ രണ്ട് കൈയിലെയും ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ സെലിബ്രേഷൻ മോഡിൽ നമ്മൾ സെലിബ്രേഷന് വേണ്ടി കാണിക്കുന്ന ഒരു സിമ്പിളാണല്ലോ. ഇങ്ങനെ കൈപൊക്കി പഞ്ചാബികളെ കാണിക്കുന്ന ആ ഒരു സംഭവം. അപ്പോൾ ഒരു സെലിബ്രേഷൻ മോഡിൻ്റെ ഒരു സിമ്പിളാണ് ഈ 11 എന്ന് കാണിക്കുന്ന ഈ ഒരു രീതി എന്ന് ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ഓർമ്മയുണ്ടെങ്കിൽ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണല്ലോ ഈ ഗോവ. സ്കൂളിലും കോളേജിലും ഒക്കെ പിള്ളേർ എപ്പോഴും ടൂർ പോകണമെന്ന് ആവശ്യപ്പെടുന്ന ടീച്ചർമാരോട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗോവ. കാരണം ഗോവയിൽ ഭയങ്കര സെലിബ്രേഷനും ബീച്ചും അടിപൊളിയല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലമായിട്ട് ഗോവയെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, 11ലേക്ക് എത്തി, ഗോവയിലേക്ക് എത്തി. ഇന്ത്യയുടെ 25ാമത് സംസ്ഥാനമായി ഗോവ തിരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഗോവ ഇന്ത്യയുടെ 25ാമത് സംസ്ഥാനമായത് 56ാം ഭേദഗതി വഴിയാണ്. 1987ലെ 56ാം ഭേദഗതി വഴിയാണ് ഇന്ത്യയുടെ 25ാമത് സംസ്ഥാനമായി ഗോവ മാറിയത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ 25ാമത് സംസ്ഥാനമായി ഗോവ മാറിയത് 1987ലെ 56ാം ഭേദഗതി വഴി. ഓക്കെ, സോ നെക്സ്റ്റ് അമെൻമെൻറ്റ് 61ാം ഭേദഗതി 61st അമെൻമെൻറ്റ് വർഷം 1988. 61ാം ഭേദഗതി വർഷം 1988. പലപ്പോഴും ഈ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് ചോദ്യം വരുന്നത്.
അത് അറിയാൻ വേണ്ടി 61-ലെ 6 നമ്മൾ കൂട്ടിയാൽ എന്ത് വരും? 7 എന്ന് വരും അല്ലേ? 18 വയസ്സാക്കി, വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയ ഭേദഗതിയാണ് ഈ 61-ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയ ഭേദഗതി. 18-ലെ 8-ൽ നിന്ന് 1 പോയാൽ എന്ത് വരും? 7 വരും. 61-ലെ 6 കൂട്ടിയാൽ 7, 18-ലെ 8-ൽ നിന്ന് 1 പോയാലും 7. അങ്ങനെ കോമൺ ആയിട്ട് ഒരു നമ്പറിലേക്ക് കണക്ട് ചെയ്ത് 61-ഉം 18-ഉം നമ്മൾ കണക്ട് ചെയ്തു. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ച ഭേദഗതിയാണ് 1988-ലെ 61-ാം ഭേദഗതി. ഇത് പ്രകാരം വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കിയത് 1989-ലാണ്. ഭേദഗതി വന്നത് 88-ൽ, വോട്ടിംഗ് പ്രായം 18 ആക്കിയത് 89-ൽ. ഓർത്തിരിക്കുക, വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയത് 61-ാമത് അമെൻമെൻറ്റ്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കിയത് 1988-ലെ 61-ാം ഭേദഗതി. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 89ആണ്. വോട്ടിംഗ് പ്രായം 21-ൽ 18 വയസ്സായി കുറച്ച് വർഷമെന്ന് ചോദിച്ചാൽ അത് 89-ലാണ്. ഭേദഗതി നടന്നത് 88-ലാണ്. വർഷം അങ്ങനെ ചോദിക്കാറില്ല. ഈ ഒരു സംഭവം മാത്രം അങ്ങ് അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ തന്നെ ഭരണഘടനയുടെ 326-ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. ഏത് വകുപ്പിലാണ് എന്ന് ചോദിച്ചാൽ 326. ഭരണഘടനയുടെ 326-ാം വകുപ്പിലാണ് ഈ ഒരു ഭേദഗതി വരുത്തിയത്. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആക്കിയ ഭേദഗതി വരുത്തിയത് ഭരണഘടനയുടെ 326-ാം വകുപ്പിലാണെന്നും അറിഞ്ഞിരിക്കുക. സോ 61-ാമത് അമെൻമെൻറ്റ് 18 വയസ്സാക്കി വോട്ടിംഗ് പ്രായം മാറ്റി 21-ൽ നിന്ന് 18. ഓക്കെ, നെക്സ്റ്റ് 65-ാം ഭേദഗതി. 1990-ലെ 65-ാം ഭേദഗതി. 1990-ലെ 65-ാം ഭേദഗതി. 65 ആ അക്കങ്ങൾ തമ്മിലൊന്ന് ഗുണിച്ച് 6 × 5 30 എന്ന് വരും അല്ലേ? 6 × 5 30. 30-ന്റെ അടുത്ത മൾട്ടിപ്ലൈ ഏതാണ്? അടുത്ത ഗുണിതം 60ആണ്. 30 × 2 60ആണ്. എന്തായാലും വർഷം 1960 അല്ല എന്ന് നമുക്കറിയാം. കാരണം 65-ാം ഭേദഗതി വരെയായി. അപ്പം 60 കഴിഞ്ഞു പോയി. ഇനി 30-ന്റെ വീണ്ടും അടുത്ത ഗുണിതം കൂടി എടുക്കാം. മൂന്നാമത്തെ ഗുണിതം 30 × 3 എന്താണ്? 90 ആണ്. സോ വർഷം 90-ലേക്ക് നമുക്ക് എത്താം. 1990. 65-ാം ഭേദഗതിയുടെ വർഷം 1990. 65-ാം ഭേദഗതിയുടെ വർഷം 1990. ഈ നമ്പറൊക്കെ ഗുണിച്ചുള്ള കണക്ഷനൊക്കെ പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ ഒന്ന് സുപരിചിതമായി പോകാനാണ്. എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ട് പോവുക. പിന്നീട് നിങ്ങൾ നോക്കുമ്പോൾ 1-2 പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ അത് മനസ്സിലേക്ക് നിങ്ങൾ പോലും അറിയാതെ അത് പതിഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ 65-ാം ഭേദഗതി വർഷം 1990. 65 അല്ലേ? 65 നമ്പർ. 65-ലെ ആ 5 ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ 5 ഒരു എസ് പോലെയില്ലേ? 5 നോക്കിയാൽ നമുക്കൊരു എസ് പോലെ വേണമെങ്കിൽ വായിക്കാം. ആ എസ്സിൽ നിന്ന് ഏറ്റവും അടുത്തെത്താൻ പറ്റുന്ന, കോൺസ്റ്റിറ്റ്യൂഷണൽപരമായി ഏറ്റവും അടുത്തെത്താൻ പറ്റുന്ന ഒരു വാക്ക് ഏതാണ്? SC/ST എന്നല്ലേ? പട്ടികജാതി പട്ടികവർഗ. ആ വാക്ക് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് SC/ST ആണ് അല്ലേ? അപ്പോൾ 5-ൽ നിന്ന് നമ്മൾ SC/STയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത് 1990-ലെ 65-ാം ഭേദഗതിയാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 1990-ലെ 65-ാം ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക. 65th അമെൻമെൻറ്റ് 1990. ഇതനുസരിച്ച് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992-ൽ നിലവിൽ വന്നു. അത് ഓർത്തിരിക്കുക. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 1992. ഭേദഗതി ഏതാണ്? 65-ാമത് ഭേദഗതി വർഷം 1990. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 65-ാമത് ഭേദഗതി വർഷം 1990. ഇത് പ്രകാരം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992-ൽ നിലവിൽ വന്നു എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് 69-ാം ഭേദഗതി വർഷം 1991. 69-ാം ഭേദഗതി 91. ഓക്കെ, അത് ഓർത്തിരിക്കാൻ വേണ്ടി 69 എന്ന ആ ഒരു നമ്പർ ശ്രദ്ധിക്കുക. അതിലെ 6, 9 തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേപോലെ ഇരിക്കുന്നല്ലേ? ഇപ്പോൾ 6 തിരിച്ചിട്ടാൽ 9 വരും, 9 തിരിച്ചിട്ടാൽ 6 വരും. ആ ഒരു രീതിയിൽ ഒരു ബന്ധമില്ല. അങ്ങനെ റിവേഴ്സ് ചെയ്താലും ഒരേപോലെ ഇരിക്കുന്ന ഒരു അക്കങ്ങളാണ് 6ഉം 9ഉം. അതുപോലെ തന്നെ 1991 അങ്ങനെയൊക്കെ തന്നെയല്ലേ? 1991 ആദ്യം ഒരു 1ഉം 9ഉം ഉണ്ട്. ആ ഒരു നമ്പർ തീരുന്ന അവസാനവും ഒരു 1ഉം 9ഉം ഉണ്ട്. ഏകദേശം റിവേഴ്സ് ചെയ്താൽ നമുക്ക് ഒരുപോലെ ആക്കി എടുക്കാൻ പറ്റുമെന്ന്, ചെറുതായിട്ട് അക്കങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആ നമ്പറുകൾ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലൊന്ന് ഓർത്താൽ നമുക്കതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. 69-ാമത് ഭേദഗതി 91 ആണെന്ന് അറിഞ്ഞിരിക്കാം. അത് ഇങ്ങനെ ഓർത്തിരിക്കാൻ പറയാൻ കാരണം 90 ആണോ 91 ആണോ 92 ആണോ എന്നൊക്കെ ആയിരിക്കും പരീക്ഷാ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഏകദേശം ഒരു സാമ്യമുള്ള നമ്പറുകളാണ് എന്ന് നമ്മൾ പോലും അറിയാതെ ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് ഓർത്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം 69-ാമത് ഭേദഗതി 1991
91. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകിയ ഭേദഗതിയാണ് 69ാമത് ഭേദഗതി. ഡൽഹിക്ക് ദേശീയ തലസ്ഥാനം എന്ന പദവി നൽകിയ ഭേദഗതി 69ാമത് ഭേദഗതി. 69th അമെൻമെൻറ്റ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകി. വർഷം 1992 ഓർത്തിരിക്കുക ആ പദവി നൽകിയത്. ഓക്കെ, അപ്പോൾ 69ാമത് ഭേദഗതി പ്രകാരമാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാനം എന്ന പദവി നൽകിയത് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് 71ാമത് ഭേദഗതി. വർഷം 1992. 71ാമത് ഭേദഗതി 1992. ആ 71-ലെ 7 ഒന്നും കൂടെ കൂട്ടിയാൽ എന്ത് വരും? 8 എന്ന് വരും അല്ലേ? 7 ഒന്നുകൂടെ കൂട്ടിയാൽ 8 എന്ന് വരും. ലാംഗ്വേജ്, ഭാഷ എന്ന വാക്കിൽ അല്ലെങ്കിൽ ഭാഷയുടെ ഇംഗ്ലീഷ് വാക്കായ ലാംഗ്വേജിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 8 അക്ഷരങ്ങളാണ്. ലാംഗ്വേജ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ 8 അക്ഷരങ്ങളാണ് ഉള്ളത്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഭാഷകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഭരണഘടനയുടെ 8ാമത്തെ പട്ടിക, 8ാമത്തെ ഷെഡ്യൂളിൽ ഭാഷകളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ 8ാം പട്ടിക ഭാഷകളെ പറ്റിയാണെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനി 71ാം ഭേദഗതി 8ാം പട്ടികയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തല്ലോ. 8ാം പട്ടികയിൽ കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർത്തത് 71ാം ഭേദഗതി പ്രകാരമാണ്. 1992-ലെ 71ാം ഭേദഗതി പ്രകാരമാണ് 8ാം പട്ടികയിൽ കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർത്തത് എന്ന് അറിഞ്ഞിരിക്കുക. കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി. കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർത്തത് ഭരണഘടനയുടെ 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തത് 71ാം ഭേദഗതി പ്രകാരമാണ്. ആ ഭാഷകളുടെ ആദ്യത്തെ വാക്കുകൾ നടത്തിയ കൊങ്ങിണി, കോ എന്നുള്ള വാക്കായില്ലേ? കൊങ്ങിണി, മണിപ്പൂരി എന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എടുത്താൽ മണി, കാശ് എന്നുള്ള വാക്കിലേക്ക് എത്താം മണി. നേപ്പാൾ തന്നെ നമ്മൾ എടുത്താൽ മതി. ഇനി 8 നമ്മൾ കണക്ട് ചെയ്തല്ലോ. 7 ഒന്നും കൂട്ടി 8 എന്ന് കണക്ട് ചെയ്തു. 8 എന്ന് കേൾക്കുമ്പോൾ തന്നെ 8 നമുക്ക് പ്രധാനമായി മണിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന 8ൻ്റെ ഒരു ദിവസമുണ്ട്, നവംബർ 8. നമ്മുടെ ഡീമോണറ്റൈസേഷൻ നടന്ന ദിവസം. നാട്ടിൽ ഒരുപാട് വിപ്ലവം അല്ലെങ്കിൽ എന്താണ് വിവാദമൊക്കെ ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു. 2016 തോന്നുന്നു. 16-ലെ നവംബർ 8 ഡീമോണറ്റൈസേഷൻ, നോട്ട് നിരോധനം നടന്ന ദിവസം നവംബർ 8 അല്ലേ? അപ്പോൾ 8 എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലാണല്ലോ. കാരണം നോട്ട് നിരോധിച്ച ആ ഒരു സംഭവം. അപ്പോൾ നോട്ട് നിരോധിച്ച ആ സമയത്ത് കാശെല്ലാം കൊങ്ങിണി കൊണ്ടുപോയി, മണി കൊണ്ടുപോയി നേപ്പാളിലേക്ക് ഓർത്താൽ മതി. അപ്പോൾ കുറേ പേരുടെ ഈ കള്ളനോട്ടൊക്കെ ഉണ്ട്. കള്ളനോട്ടല്ലോ, മറ്റേ കള്ളപ്പണം, ബ്ലാക്ക് മണി നിരോധിക്കാൻ വേണ്ടിയാണല്ലോ നോട്ട് നിരോധനമൊക്കെ നടത്തിയത്. അപ്പം ബ്ലാക്ക് മണി ഉണ്ടായിരുന്നവരെല്ലാം നേപ്പാളിലേക്കൊക്കെ കൊണ്ടുപോയി എന്ന് ഓർത്താൽ മതി. കാശെല്ലാം കൊണ്ടുപോയി നേപ്പാളിലേക്ക്, മണിയെല്ലാം നേപ്പാളിലേക്ക് കൊണ്ടുപോയി എന്ന് ഓർത്തി. മണിയിൽ നിന്ന് മണിപ്പൂരിലേക്ക് എത്താം, കൊണ്ടുപോയി എന്നതിൽ നിന്ന് കൊങ്ങിണിയിലേക്ക് എത്താം, നേപ്പാളിൽ നിന്ന് നേപ്പാളിയിലേക്ക് എത്താം. കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി. അപ്പോൾ 8-ൽ നിന്ന് നമ്മൾ നവംബർ 8-ലേക്ക് എത്തി, നോട്ട് നിരോധനത്തിലേക്ക് എത്തി. മണിയെല്ലാം നേപ്പാളിലേക്ക് കൊണ്ടുപോയി. മണിപ്പൂരി, കൊങ്ങിണി, നേപ്പാളി 3 ഭാഷകൾ 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു. കണക്ട് ചെയ്തോണം, മനസ്സിൽ ഓർത്തിരുന്നോണം. 71ാം ഭേദഗതി പ്രകാരം കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8ാം പട്ടികയിൽ 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയെന്ന് അറിഞ്ഞിരിക്കുക. 1992-ലെ 71ാം ഭേദഗതി പ്രകാരം 71ാം ഭേദഗതി പ്രകാരം കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8ാം പട്ടികയിൽ 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് 2 പ്രധാനപ്പെട്ട ഭേദഗതികളാണ്. രണ്ടും ഒരുമിച്ച് നമുക്ക് പഠിച്ചു പോകാം. 73ാം ഭേദഗതിയും 74ാം ഭേദഗതിയും. 73rd അമെൻമെൻറ്റും 74th അമെൻമെൻറ്റും. 73 പഞ്ചായത്തി രാജ് ആക്ട്, 74 മുനിസിപ്പാലിറ്റി നിയമം. 73 പഞ്ചായത്തി രാജ് ആക്ട്, 74 മുനിസിപ്പാലിറ്റി നിയമമാണെന്നും അറിഞ്ഞിരിക്കുക. ഇതൊക്കെ പഠിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന കൺഫ്യൂഷൻ ഏതെന്ന് ചോദിച്ചാൽ 73 ആണോ പഞ്ചായത്തി രാജ്, 74 ആണോ പഞ്ചായത്തി രാജ്, ആ ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അത് ഓർത്തിരിക്കാൻ വേണ്ടി 73-ലെ 7 3 കൂടെ കൂട്ടിയാൽ എന്ത് വരും? 10 എന്ന് വരും അല്ലേ? 7 + 3 10. 10 പഞ്ചായത്ത്, 10 പഞ്ചായത്ത്, രണ്ടും പായിലാണല്ലോ ഉറങ്ങുന്നത്. സോ 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് നിയമം എന്നറിയപ്പെടുന്നു. 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് നിയമം എന്ന് അറിയപ്പെടുന്നു. ഇനി 7 3 കൂട്ടിയാൽ 10. 10 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ഏതാണ്? 11. 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 73ാം ഭേദഗതി പ്രകാരം 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാലും 73ാം ഭേദഗതിയാണ്. അതുപോലെ 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് എന്ന് ചോദിച്ചാലും 73ാം ഭേദഗതിയാണ്. പഞ്ചായത്തി രാജ് ആക്ട് എന്നറിയപ്പെടുന്നു. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകി 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി 73ാം ഭേദഗതി. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. ആർട്ടിക്കിൾ 243 മുതൽ 243 O വരെ 243 മുതൽ 243 O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു.
243 മുതൽ 243 O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു എന്ന് അറിഞ്ഞിരിക്കുക. ആ 243 എല്ലാ അക്കങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ 4 3 7 7 2 9 ഭാഗം 9 കണക്ട് ചെയ്യാമല്ലോ. സോ 243 മുതൽ 243 O വരെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഭാഗം 9. ആർട്ടിക്കിൾ 243 മുതൽ 243 O വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്ത ഭേദഗതി 1992 73 ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക. പഞ്ചായത്തി രാജ് ആക്ട് എന്ന് അറിയപ്പെടുന്നു. പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകി 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്നൊക്കെ ചോദിച്ചാലും 73 ഭേദഗതിയാണ്. ഒന്നുകൂടെ ഞാൻ 73 ഭേദഗതിയെ പറ്റി പറയാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. 73 അക്കങ്ങൾ നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ എന്ത് വരുന്നു? 7 3 10 10 5 പഞ്ചായത്ത്. 73 ഭേദഗതി പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് നിയമം എന്നറിയപ്പെടുന്നു. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതെന്ന് ചോദിക്കാം, അത് 73 ഭേദഗതി. അതുപോലെ തന്നെ 7 3 കൂട്ടിയപ്പോൾ 10 എന്ന് വന്നു. 10 കഴിഞ്ഞ് വരുന്ന അടുത്ത നമ്പർ 11 ആണെന്ന് പറഞ്ഞു. ആ 11 വെച്ച് 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി 73 ഭേദഗതി എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 243 മുതൽ 243 O വരെ ഏത് ഭാഗത്താണ്? ഭാഗം 9. 243 മുതൽ 243 O വരെ ഭാഗം 9 കൂട്ടിച്ചേർത്തത് 73 ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ 74 ഭേദഗതി. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയുള്ളതാണ്. നമ്മൾ പറഞ്ഞ ഏതാണ്? മുനിസിപ്പാലിറ്റി നിയമം, നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം എന്നറിയപ്പെടുന്നത് 74 ഭേദഗതിയാണ്. നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം എന്നറിയപ്പെടുന്നത് 74 ഭേദഗതി. ഭാഗം 9 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാലും 74 ഭേദഗതി. ഭാഗം 9 ഏതാണ്? അത് 73. എന്നാൽ ഭാഗം 9 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 74 ഭേദഗതി. ഭാഗം 9 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി 74 ഭേദഗതി. നേരത്തെ ആർട്ടിക്കിൾ 243 മുതൽ 243 O വരെയല്ലേ പറഞ്ഞത്? 73 ഭേദഗതിയിൽ. ഇനി 74 ഭേദഗതിയിൽ തൊട്ടടുത്ത ആർട്ടിക്കിളോട്ട് 243 P മുതൽ, O കഴിഞ്ഞ ലെറ്റർ ആണല്ലോ P, 243 P മുതൽ 243 ZG വരെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ ഭാഗം 9 കൂട്ടിച്ചേർത്തു. 243 P മുതൽ 243 ZG ആർട്ടിക്കിൾ ഓർത്തിരിക്കുക. 243 P മുതൽ 243 ZG വരെ. ഓക്കെ, ഭാഗം 9 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 243 P മുതൽ 243 ZG വരെ. 73 ഭേദഗതിയിൽ 11ാം പട്ടിക കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞല്ലേ? 73 ഭേദഗതിയിൽ 11ാം പട്ടിക കൂട്ടിച്ചേർത്തു. എന്നാൽ 74 ഭേദഗതിയിൽ 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു എന്ന് അറിഞ്ഞിരിക്കുക. 74 ഭേദഗതിയിൽ 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 73 11, 74 12. അപ്പോൾ ഇത്രയുമാണ് 73 74 പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം പഠിച്ച് തന്നെ പരീക്ഷയ്ക്ക് ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും നിങ്ങൾ വെക്കണം. ഓക്കെ, 84 ഭേദഗതി 2001. ഇവിടെ 2001 എന്നാണ് കൊടുത്തേക്കുന്നത്. ചില ഭേദഗതികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം റാങ്ക് ഫയൽ എടുത്താലും ഗൈഡ് എടുത്താലും ഒക്കെ നിങ്ങളൊരു വർഷം കാണും, പക്ഷേ അത് എൻഫോഴ്സ് ചെയ്തേക്കുന്നത് തൊട്ടടുത്ത വർഷമായിരിക്കും. PSCയുടെ ഉത്തരസൂചിക പ്രകാരമുള്ള വർഷമൊക്കെ ആയിരിക്കും ഈ റാങ്ക് ഫയലിലും ഗൈഡുകളിലൊക്കെ കൊടുത്തേക്കുന്നത്. അങ്ങനെ എൻഫോഴ്സ് ചെയ്തത് തൊട്ടടുത്ത വർഷമായിട്ടുള്ള ഒരു ഭേദഗതിയും കൂടിയാണിത്. ഇത് എൻഫോഴ്സ് ചെയ്തത് 2002 പക്ഷേ നമ്മളവിടെ നോക്കിയാലും 84 ഭേദഗതി 2001 നിങ്ങൾ ഗൈഡുകളൊക്കെ നോക്കിയാൽ കാണുന്നത്. ഓക്കെ, എന്തായാലും വർഷം അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചില പ്രത്യേക ഭേദഗതികൾ മാത്രമേ വർഷം എടുത്ത് ചോദിക്കത്തുള്ളൂ. അപ്പോൾ 84 ഭേദഗതി നമ്പറാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. 84 നമ്പർ വെച്ചാണ് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. 84 ആണല്ലോ. ഈ 84 അക്കങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. 4ഉം 8ഉം. 2ൻ്റെ സ്ക്വയറാണ് 4, 2ൻ്റെ ക്യൂബാണ് 8. 2ൻ്റെ സ്ക്വയർ 4, 2ൻ്റെ ക്യൂബ് 8. ഇതിപ്പോൾ നിങ്ങൾ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, സ്കൂളിലൊന്നും പോയിട്ടില്ലാത്ത, വീട്ടിലൊതുങ്ങി കഴിയുന്ന, ഈ ചട്ടിയും ജാറും ഒക്കെ കഴുകി വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളോട്, സ്കൂളേ കണ്ടിട്ടില്ലാത്ത ഒരാളോട് 2ൻ്റെ സ്ക്വയർ എത്രയാണ്, 2ൻ്റെ ക്യൂബ് എത്രയാണെന്നൊക്കെ ചോദിച്ചാൽ അവർക്കറിയാവോ? ഒരിക്കലും ഇല്ല. അവർക്കതിൻ്റെ ഉത്തരം അറിയില്ല. അപ്പോൾ ചട്ടിയും ജാറും ഒക്കെ കഴുകി സ്കൂളിലൊന്നും പോകാത്ത, സ്കൂളിലെ അസംബ്ലി ഒന്നും കാണാത്ത, ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പഠിക്കാത്ത ഒരാൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയില്ല എന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻറ്റൻസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഒന്നുകൂടെ സെൻറ്റൻസ് പറയാം. സെൻറ്റൻസ് പറയുന്നതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പം ചട്ടിയും ജാറും ഒക്കെ കഴുകിയിരിക്കുന്ന ഒരാളോട് ഇങ്ങനെ ചോദിച്ചാൽ ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞു. സ്കൂളിലൊന്നും പോകാത്ത, സ്കൂളിലാണല്ലോ അസംബ്ലി, അതുപോലെ സ്കൂളിലാണല്ലോ ലോകത്തെപ്പറ്റി, ലോക ചരിത്രമൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ലോകം, അസംബ്ലി,
ചട്ടി ജാറ് ഉത്തരം അറിയില്ല എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞല്ലോ. പറയാൻ കാരണം ഛത്തീസ്ഗഡ്, ചട്ടിയിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് എത്താം. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് 84-ാം ഭേദഗതി പ്രകാരമാണ്. പിന്നെ സ്കൂളിലെ അസംബ്ലിയുടെയും ലോകചരിത്രം, ലോകത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരുവാൻ വ്യവസ്ഥ ചെയ്തതും ഈ ഭേദഗതി പ്രകാരമാണ്. ഇനി മറന്നു പോകത്തില്ലല്ലോ. 84-ാം ഭേദഗതി. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് ഈ ഭേദഗതി പ്രകാരമാണ്. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരുവാൻ വ്യവസ്ഥ ചെയ്തത് ഈ ഭേദഗതി പ്രകാരമാണ്. പ്രധാനമന്ത്രി AB വാജ്പേയി, അതുപോലെ പ്രസിഡന്റ് KR നാരായണൻ. എല്ലാത്തിനും ഞാൻ ഈ പ്രധാനമന്ത്രിയും പ്രസിഡന്റും എടുത്ത് അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഓർത്ത് പോയാൽ മതി. കാലയളവ് എല്ലാ പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിമാരുടെയും നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഭേദഗതി ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപക്ഷെ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ സാധിക്കും. ഇപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഭരിച്ച പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഉണ്ടല്ലോ ഇരുന്ന സമയങ്ങളിൽ. അപ്പോൾ അതൊക്കെ എല്ലാം നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. ഇപ്പോൾ 2001 അപ്പോൾ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്, പ്രസിഡന്റ് KR നാരായണൻ. പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എന്നീ 3 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. പിന്നെ ലോക്സഭാ മണ്ഡലം, അതുപോലെ അസംബ്ലി മണ്ഡലം, സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2026 വരെ തൽസ്ഥിതി തുടരുവാൻ വ്യവസ്ഥ ചെയ്ത, അല്ലെങ്കിൽ അതേപോലെ തുടരുവാൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 84. പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. തൊട്ടടുത്ത ഭേദഗതിയിലേക്ക് പോവാം. 86-ാം ഭേദഗതി 2002. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുപാട് PSC പരീക്ഷകളിൽ ഇപ്പോഴും ചോദിച്ചതും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭേദഗതിയാണ് 86-ാം ഭേദഗതി 2002. ആ സമയവും പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. പക്ഷേ പ്രസിഡന്റ് മാറി 2002 ആകുമ്പം APJ അബ്ദുൾ കലാം. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു പ്രസിഡന്റാണ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ. APJ അബ്ദുൾ കലാമാണ് 86-ാം ഭേദഗതി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതി വന്നപ്പോൾ പ്രസിഡന്റ്, പ്രധാനമന്ത്രി AB വാജ്പേയി തന്നെ. ഓക്കെ, അപ്പോൾ 86-ാം ഭേദഗതിയാണല്ലോ. ഈ 8 6 കൂട്ടി എത്രയാണ്? 14 ആണല്ലേ. 14. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള, 6 മുതൽ 14 വരെ, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയും കുട്ടികളുടെ മൗലിക അവകാശവുമായി മാറിയത് 86-ാം ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? 86-ാം ഭേദഗതി പ്രകാരം. 6 മുതൽ 14 വരെ, 8 6 കൂട്ടിയാൽ 14 കിട്ടും. പിന്നെ ഒരു 6 കണ്ടെത്തിയാൽ മതി. അപ്പോൾ 8 86-ാം ഭേദഗതി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കി കൊടുക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ്, അല്ലെങ്കിൽ നിർബന്ധമാക്കി കൊടുക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ്. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയതും ഈ 86-ാം ഭേദഗതി പ്രകാരമാണ്. ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ഭേദഗതി പ്രകാരമാണ്. ഏതാണ് ആർട്ടിക്കിൾ 21A? 21A ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ 86-ാം ഭേദഗതി പ്രകാരമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ ഒരു ആർട്ടിക്കിളിൽ ഭേദഗതി വരുത്തി, അത് ആർട്ടിക്കിൾ 45 ആണ്. ആർട്ടിക്കിൾ 45-ൽ ഭേദഗതി വരുത്തി. 21A കൂട്ടിച്ചേർത്തു, 45-ൽ ഭേദഗതി വരുത്തി. ഒരു കാര്യം കൂടിയുണ്ട്, മൗലികാവകാശമാക്കി. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ ഈ ഒരു സംഭവം കൂട്ടിച്ചേർത്ത് പുതിയൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും കൂടെ കൊണ്ടുവന്നു. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എവിടെയാണ് വരുന്നത്? 51A-യിലല്ലേ? 51A. അപ്പോൾ 51A-യുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾ 51A-യിൽ ഭേദഗതി വരുത്തി 11-ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി 10 മൗലിക കടമകളായിരുന്നു. 86-ാം ഭേദഗതിയോടുകൂടി ഒരു 11-ാമത്തെ മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. അതനുസരിച്ചാണ് 6-നും 14-നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായി മാറിയത്. അപ്പോൾ 51A-യിൽ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സെയിം സാധനം തന്നെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അവസരം ഒരുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായി മാറി. രക്ഷിതാവിൻ്റെ കടമ മൗലികാവകാശമായി മാറിയത് എന്താ പറയുക, വിദ്യാഭ്യാസം എല്ലാവരുടെയും മൗലികാവകാശമാണെന്നുള്ള ആ ഒരു സംഭവം. പിന്നെ മൗലിക കടമയെന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ ഇന്ത്യയിൽ പാലിക്കേണ്ട കുറേ സംഭവങ്ങളല്ലേ, അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അങ്ങനെ രക്ഷിതാവിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് തൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം അവർ ഒരുക്കണം. അത് മൗലിക കടമ 51A-യിൽ 11-ാമത് മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ 86-ാം ഭേദഗതിയിലുണ്ട്.
മനസ്സിലാക്കി പോവുക. 86 ഞാൻ 8 6 കൂട്ടി 14 എത്തി. 6 മുതൽ 14 വരെ, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയും കുട്ടികളുടെ മൗലികാവകാശവുമായി മാറ്റി. അപ്പം വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമാണ്. പിന്നെ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 21A കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ 45-ൽ ഭേദഗതി വരുത്തി. പിന്നെ മൗലിക കടമയിൽ മാറ്റം വന്നു. 11ാമത് മൗലിക കടമയായി 51Aയിൽ 11ാമത് മൗലിക കടമയായി ഈ ഒരു സംഭവം കൂട്ടിച്ചേർത്തു. 6നും 14നും ഇടയിലുള്ള കുട്ടികളെ എന്തായാലും പഠിപ്പിച്ചിരിക്കണം, അത് രക്ഷിതാവിൻ്റെ അവകാശം മീൻസ് മൗലിക കടമയാണ് എന്ന് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. 86ാം ഭേദഗതി 2002 വളരെയധികം സ്ട്രെസ് ചെയ്ത് പറയുന്ന അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭേദഗതി ആയതുകൊണ്ടാണ് 86ാം ഭേദഗതി എന്തായാലും പഠിച്ചു പോകും. ഇപ്പം തന്നെ പഠിച്ചു പോകണം. ഓക്കെ, സോ അടുത്ത പോയിന്റിലേക്ക് പോവാം. 89ാം ഭേദഗതി 2003. 2003 ആ സമയത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. അതുപോലെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ്. നമ്പറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 89 2003. 89ാം ഭേദഗതി വന്നത് 2003 ഓക്കെ. 2003 ആ 3 ഇങ്ങോട്ട് ഇറക്കി ഒരു 2 പ്രാവശ്യം എഴുതിക്കുക. 33 കിട്ടിയില്ല. 89 ആ 8 കൂടി ഒന്ന് താഴോട്ട് എടുത്ത് എഴുതുക. 8 338 എന്ന് കിട്ടുമല്ലോ. 338 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആ ഒരു സംഭവം മനസ്സിലേക്ക് വരണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് 338. അപ്പം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷൻ അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ 2 പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചത് 2003 89ാം ഭേദഗതി പ്രകാരമാണ്. 2003 89ാം ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ രണ്ടാക്കി വിഭജിച്ചിട്ട് ദേശീയ പട്ടികജാതി കമ്മീഷനും അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിച്ചു. 338 എന്ന നമ്പർ ഞാൻ പറഞ്ഞല്ലോ. 338 ആണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഒരു എയുടെ ഇടുക. 338A ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ, അതിൻ്റെ ആർട്ടിക്കിൾ. അപ്പോൾ 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ, 338A ദേശീയ പട്ടികവർഗ കമ്മീഷൻ. 89ാം ഭേദഗതി 2003 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് രണ്ടാക്കി. ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും നമ്പറുകളൊക്കെ ഇറക്കി എഴുതി. 338 നമുക്ക് കിട്ടിയായിരുന്നു. 338 ദേശീയ പട്ടികജാതി കമ്മീഷനും 338A ദേശീയ പട്ടികവർഗ കമ്മീഷനും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 91ാം ഭേദഗതിയും 92ാം ഭേദഗതിയുമാണ്. 91ഉം 92ഉം എൻഫോഴ്സ് ചെയ്ത് 2004 പക്ഷേ നിങ്ങളിപ്പോൾ ഒരു റാങ്ക് ഫയലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2003 എന്നായിരിക്കും കാണുന്നത്. മിക്ക ബുക്കുകളിലും 2003 കൊടുത്തേക്കുന്നത്. അപ്പം അത് കൊണ്ടുവന്നതും കാര്യങ്ങളൊക്കെ 2003 പക്ഷേ എൻഫോഴ്സ് ചെയ്ത് 2004. ഓക്കെ, വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചോദിക്കത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ റയറായിട്ട് വർഷം ചോദിക്കാറുള്ളത് ചില ഭേദഗതികളുടെയൊക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഭേദഗതി എന്താണെന്നാണ് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് 91ാം ഭേദഗതി 2003. ഓക്കെ, ആ സമയത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. 91ാം ഭേദഗതി 91 ആണല്ലോ. ഈ അക്കങ്ങളൊന്ന് കൂട്ടിക്ക്. 9 1 10. 10ാം ഷെഡ്യൂളിൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? കൂറുമാറ്റ നിരോധന നിയമം അല്ലേ? ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം. ഒരു പാർട്ടിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിട്ട് കൂറുമാറുമൊക്കെ ആണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ 10ാം ഷെഡ്യൂളിൽ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഈ 91ാം ഭേദഗതിയിൽ പ്രധാനമായും. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയോ MLAയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭേദഗതിയാണ് 91ാം ഭേദഗതി. അപ്പോൾ 91 എന്താണ്? കൂറുമാറ്റ നിരോധന നിയമം വഴി ഒരാളെ അയോഗ്യനാക്കപ്പെട്ടാൽ അയാൾ ഇതിൻ്റെ കാലാവധി തീരുന്നവരെ മന്ത്രിയൊന്നും ആകാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 10ാം ഷെഡ്യൂളിലേക്ക് നമ്മളെത്തി. 9 ഒന്നുകൂടെ കൂട്ടി 10ലേക്ക് എത്തി. 10ാം ഷെഡ്യൂളിലേക്ക് എത്തി. കൂറുമാറ്റ നിരോധന നിയമത്തിലേക്ക് എത്തി. അങ്ങനെ കണക്ട് ചെയ്തു. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPAയോ അല്ലെങ്കിൽ MLAയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. അപ്പോൾ ഓർത്തിരിക്കുക, 91ാം ഭേദഗതി 2003 ഇത് വ്യവസ്ഥ ചെയ്തത്. ഒറ്റ വട്ടം കൂടെ പറയാം. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPAയോ MLAയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. 2 പോയിന്റുകളൂടെ ഉണ്ട് ഈ 91ാം ഭേദഗതിയിൽ. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ 15%
കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ടോട്ടൽ മന്ത്രിമാരുടെ എണ്ണം ഉണ്ടല്ലോ, മന്ത്രിമാർ ഇഷ്ടം പോലെ ഒന്നും ആക്കാനൊന്നും പറ്റത്തില്ല, അതിനൊക്കെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജയിച്ച പാർട്ടിക്ക് എല്ലാവരെയും മന്ത്രിയാക്കാനൊക്കെ പറ്റുമോ? ഒരിക്കലും ഇല്ല, കുറച്ച് പേരെ മന്ത്രി ആക്കാൻ പറ്റത്തുള്ളൂ. അതെത്രയാണ്? 15%. 15%ത്തിൽ കൂടാൻ പാടില്ല. എത്രയാണോ ഇലക്റ്റഡ് അതിൻ്റെ 15%ത്തിൽ കൂടാൻ പാടില്ല. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം ആ സഭയുടെ 15%ത്തിൽ കൂടാൻ പാടില്ലെന്ന് ഈ ഭേദഗതി പ്രകാരം വ്യവസ്ഥ ചെയ്തു. എന്നാൽ ഒരു മിനിമം നമ്പർ വേണം. 15% കൂടാൻ പാടില്ലെന്ന് വെച്ച് എന്താ പറയുക, എല്ലാ വകുപ്പുകളും ഒറ്റയാളിലേക്ക് ഏൽപ്പിച്ച് ഒരാൾക്ക് മാത്രം ഒന്നും മന്ത്രിയായിട്ട് എല്ലാത്തിൻ്റെയും ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഒരു മിനിമം നമ്പർ ഓഫ് മന്ത്രിമാർ വേണം. ആ മിനിമം എത്രയാണെന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12ൽ കുറയാനും പാടില്ല. അതും ഈ ഭേദഗതി പ്രകാരം വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12% അല്ലെങ്കിൽ 12ൽ കുറയാനും പാടില്ല. അപ്പം പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ 15%ത്തിൽ കൂടാൻ പാടില്ലെന്നും അതുപോലെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12ൽ കുറയാനും പാടില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂറുമാറ്റ നിരോധന നിയമം വഴി മറ്റേ അയോഗ്യരാക്കപ്പെട്ട MPയെയോ MLAയോ ഒക്കെ ആ കാലാവധി തീരുന്നവരെ മന്ത്രിയാക്കാനൊന്നും പാടില്ലെന്ന് ഈ 91 ഭേദഗതി പ്രകാരം വ്യവസ്ഥ ചെയ്തു. അപ്പം 91 ഭേദഗതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. ഇപ്പം എന്താ പറയുക, പഠിക്കാത്തവർ ഈ രണ്ടാമത് പറയുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങ് പക്കായിട്ട് പഠിച്ചു പോക്കണം. 91 9 1 കൂടെ കൂട്ടി 10 എന്ന് കിട്ടി. 10ാം ഷെഡ്യൂളിൽ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. സോ കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയെയോ MLAയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. പിന്നെ 2 പോയിന്റുകളോടെ പറഞ്ഞല്ലോ മന്ത്രിമാരുടെ കാര്യങ്ങൾ. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അതേസഭയുടെ 15% കൂടാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തു. ഇനി സംസ്ഥാനത്താണെങ്കിൽ മിനിമം ഒരു 12 മന്ത്രിമാരെങ്കിലും വേണം അല്ലേ? സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12ൽ കുറയാനും പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് 91 ഭേദഗതിയിൽ പറയുന്നത്. ഇനി 92 സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ചെറിയ കോഡ് വെച്ച് അതൊക്കെ പഠിപ്പിക്കാം. 92 ഭേദഗതി, അതും 2003 എൻഫോഴ്സ് ചെയ്തത് 2004. 92 ഭേദഗതി 2003. ഓക്കെ. ആ സമയം പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. 92 92. ഈ 9 2 അങ്ങ് ഗുണിച്ച് 9 2 ഗുണിക്കുമ്പം 18. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടാൽ, ഇപ്പോൾ കുറേ പേര് നമ്മളെ കൊല്ലാൻ ചുറ്റും കൂടി ഒരു വലിയൊരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെടുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന 18ാമത്തെ അടവ് ഏതാണ്? നമ്മൾ ഓടി രക്ഷപ്പെടുമല്ലേ, അതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഒരു 10-15 പേര്, ഇപ്പോൾ എത്ര വലിയ ഫയൽമാൻ ഗുസ്തിക്കാരനാണെങ്കിലും 15 പേരൊക്കെ ചുറ്റും കൂടി നിന്നാൽ അടിക്കാൻ വന്നാൽ ഓടി രക്ഷപ്പെടുന്നേ പോകാൻ വഴിയുള്ളൂ. അല്ലാതെ അവരുടെ മുമ്പിലേക്ക് നെഞ്ചും വിരിച്ച് എന്നാൽ നമ്മുടെ ബെസ്റ്റ് ആക്ടർ പറയുന്ന പോലെ അത്രയും മണ്ടത്തരമൊന്നും കാണിക്കരുത്. അപ്പം 18ാമത്തെ അടവ് ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞല്ലോ. 9 × 2 18. 18ാമത്തെ അടവ് ഓടി രക്ഷപ്പെടുക. ഇനി ചില സന്താനങ്ങൾ കാരണം ചില അപ്പന്മാർക്കൊക്കെ നാട് വിട്ട് തന്നെ ഓടേണ്ടി വരാറുണ്ട്, ബോർഡറിലൂടെ ഓടേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു അപ്പൻ്റെ ഗദ്ഗത ഞാൻ പറയാം. എൻ്റെ സന്താനങ്ങൾ കാരണം എനിക്ക് ബോർഡറിലൂടെ ഡോഗിനെ പോലെ ഓടേണ്ടി വന്നു. ബോർഡർ കടന്ന് ഡോഗിനെ പോലെ ഓടേണ്ടി വന്നു. ചില നല്ല സ്വഭാവക്കാരായ മക്കളായിരുന്നു, അതുകൊണ്ട് അപ്പന് നല്ല രീതിയിൽ നല്ല സുഖമാണ് കിട്ടിയത്. അപ്പം സന്താനങ്ങൾ കാരണം ബോർഡർ കടന്ന് ഡോഗിനെ പോലെ ഓടേണ്ടി വന്നു. സന്താനം ബോർഡർ ഡോഗിനെ പോലെ. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൈഥിലി, സന്താളി, ബോഡോ, ദോഗ്രി എന്നീ 4 ഭാഷകളെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 92 ഭേദഗതി. മൈഥിലി, സന്താളി, ബോഡോ, ദോഗ്രി, മൈഥിലി, സന്താളി എങ്ങനെയാണ് ഓർഡറിൽ പറയുന്നത്? അപ്പോൾ ഈ ഭാഷകളെ 4 ഭാഷകളെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 92 ഭേദഗതി. അപ്പോൾ ഈ പട്ടിക അത് ഓർത്തിരിക്കാൻ വേണ്ടി, ഇപ്പം ലാംഗ്വേജ് എന്നുള്ള വാക്ക്, ഇംഗ്ലീഷ് വാക്ക് LANG, ആ അക്ഷരങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കി 8 എണ്ണം ഇല്ലേ? അപ്പോൾ ലാംഗ്വേജ് എന്ന വാക്കിൽ 8 അക്ഷരമുണ്ട്. അപ്പം ഭാഷകളെ പറ്റി പറയുന്നത് 8ാമത്തെ പട്ടികയിലാണ്, 8ാമത്തെ ഷെഡ്യൂളാണെന്ന് ആ രീതിയിൽ ഓർത്തിരിക്കാമല്ലോ. സോ ബോഡോ, ദോഗ്രി, മൈഥിലി, സന്താളി എന്നീ 4 ഭാഷകളെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 92 ഭേദഗതി പ്രകാരമാണ്. എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത്? 9നെ 2 കൊണ്ട് ഗുണിച്ചു 92. 9 × 2 18. 18ാമത്തെ അടവ് ഓടുക. സന്താനങ്ങൾ കാരണം ബോർഡർ കടന്ന് ഡോഗിനെ പോലെ, പട്ടിയെ പോലെ ഓടേണ്ട ഗതി എനിക്ക് വന്നു എന്നൊരു അപ്പൻ നല്ലവരായ മക്കളെ പറ്റി പറഞ്ഞു എന്നൊരു സെൻറ്റൻസൊക്കെ പറഞ്ഞ് മൈഥിലി, സന്താളി, ബോഡോ, ദോഗ്രി എന്നീ ഭാഷകൾ 8ാം പട്ടികയിൽ 92 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. ഓക്കെ. അപ്പോൾ ആ ഭേദഗതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത അമെൻമെൻറ്റിലേക്ക് പോകും. 92 കഴിഞ്ഞ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് 93 ഭേദഗതി. ജസ്റ്റ് തൊട്ടടുത്ത നമ്പർ 93. 92 കഴിഞ്ഞ് 93.
92 പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. പക്ഷേ 93 പ്രധാനമന്ത്രി മാറുകയാണ്. 93 മാ എന്ന അക്ഷരത്തിലേ തുടങ്ങുന്നത് മൻമോഹൻ സിംഗ് ആണ് 93 ഭേദഗതി വരുമ്പോൾ പ്രധാനമന്ത്രി. പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ 92 AB വാജ്പേയി ആണെന്ന് അറിയാവുന്നവർക്ക് 93 മാ വെച്ച് നമ്മൾ മൻമോഹൻ സിംഗിലേക്ക് കണക്ട് ചെയ്ത് അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാമല്ലോ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ എന്തായാലും അവിടെ വരത്തില്ല. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. അപ്പം മാ വെച്ച് മൻമോഹൻ സിംഗിലേക്ക് എത്തി. മൻമോഹൻ സിംഗ് ആണ് ആ മന്ത്രിസഭയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളല്ലേ. പ്രധാനമന്ത്രിയാണല്ലോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. മൻമോഹൻ സിംഗ് മുന്നിൽ നിൽക്കുക. മുന്നിൽ നിൽക്കുന്ന ഒരാൾ ആർക്കാണ് സഹായം ചെയ്യാൻ നോക്കുക? ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പിന്നെ പ്രത്യേകിച്ച് അവരുടെ മുന്നിൽ ആരുമില്ല ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ പുറകിൽ പിന്നാക്കം നിൽക്കുന്നവർക്കല്ലേ പുള്ളി സഹായവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, മുന്നിൽ നിൽക്കുന്ന ആൾ. അപ്പോൾ പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടി ചെറിയൊരു സംഭവം കൊണ്ടുവന്നു. അതാണ് ഈ 93 ഭേദഗതി നോർത്തെ. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 93 ഭേദഗതി. ഓർത്തിരിക്കുമല്ലോ. അപ്പം 93 എന്ന് പറഞ്ഞു, 3 നിന്ന് മൻമോഹൻ സിംഗിലേക്ക് എത്തി. മൻമോഹൻ സിംഗ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. സോ അതുകൊണ്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്ന വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 93 ഭേദഗതി. ഇത് എൻഫോഴ്സ് ചെയ്ത്, ഞാൻ പറഞ്ഞു എൻഫോഴ്സ് ചെയ്ത് 2006 പക്ഷേ 2005 എന്നാണ് റാങ്ക് ഫയലൊക്കെ എടുത്ത് നോക്കിയാലും നിങ്ങൾ കാണുന്നത്. എൻഫോഴ്സ് ചെയ്ത് 2006 ഓക്കെ. വർഷം അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 93 ഭേദഗതി സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽ പെടുന്നവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം നൽകുന്നതിന് 93 ഭേദഗതി. ഓക്കെ. അടുത്തത് 94 ഭേദഗതിയാണ് നമ്മൾ പഠിക്കേണ്ടത്. 2006 വർഷം. 94 ഭേദഗതി 2006. 2006 എന്തായാലും മൻമോഹൻ സിംഗ് തന്നെയാണല്ലോ പ്രസിഡന്റ്. APJ അബ്ദുൽ കലാം. പുതുതായി രൂപീകരിക്കപ്പെട്ട ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ വെൽഫെയർ മന്ത്രിമാരെ നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 94 ഭേദഗതി. ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ ഞാൻ പറയാം. 94 94, 9 എന്ന നമ്പർ വായിക്കാം, പിന്നെ 4നെ 4 എന്നും വായിക്കാം. 94 ഭേദഗതി. ഓക്കെ. അപ്പം 9ൽ നിന്ന് നൈറ്റിലേക്ക് എത്താമല്ലോ. നൈറ്റിൽ ഈ നിലത്ത് ചട്ടിയും ജാറും ഒക്കെ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചില പിള്ളേരൊക്കെ മധുരപലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റും അതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ രാത്രി ചിലപ്പം അമ്മമാരും അച്ഛന്മാരും കാണാതെ വീണ്ടും അവർക്ക് കൊടുത്തത് കൂടാതെ വീണ്ടും എടുക്കാൻ വേണ്ടി വന്ന് നോക്കുമല്ലേ. അപ്പോൾ ജാറിലും ചട്ടിയിലും ഒക്കെ നോക്കുമെന്ന് ഓർത്തേ. അപ്പോൾ നൈറ്റിൽ നിലത്ത് വെച്ചാൽ ഇവന്മാർ വന്ന് ഇത് ഫുള്ള് ഈ ജാറിൽ നിന്നും ചട്ടിയിൽ നിന്നും എല്ലാം എടുത്ത് അടിച്ച് ഫുള്ള് കഴിച്ച് തീർക്കും. അതുകൊണ്ട് നിലത്ത് വെച്ചാൽ ശരിയാവത്തില്ല. എവിടെയെങ്കിലും മുകളിൽ ഇവന്മാർക്ക് കൈ എത്താത്ത സ്ഥലത്ത് വെക്കണം എന്ന് ഓർത്തേ. അപ്പോൾ നൈറ്റിൽ നിലത്ത് വെച്ചാൽ, ചട്ടിയും ജാറുമൊക്കെ നിലത്ത് വെച്ചാൽ, നിലത്ത് 4 നിലത്തിൽ നിന്ന് 4ലേക്ക് എത്താം, 94 നമ്പറിലേക്ക് എത്താമല്ലോ. നിലത്ത് വെച്ചാൽ ചട്ടിയും ജാറും ഒക്കെ ആണല്ലോ നിലത്ത് വെക്കുന്നത്. ചട്ടി, ജാറ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് നിലത്ത് വെച്ചാൽ, ചട്ടിയും ജാറൊക്കെ നിലത്ത് വെച്ചാൽ അവന്മാരെ എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് എത്തി, ജാർഖണ്ഡിലേക്ക് എത്തി, 94 കണക്ട് ചെയ്തു. പുതുതായി രൂപീകരിക്കപ്പെട്ട ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ വെൽഫെയർ മന്ത്രിമാരെ നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 94 ഭേദഗതി. വർഷം 2006. അപ്പം പുതിയതായി രൂപീകരിക്കപ്പെട്ട ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റർമാരെ നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 94 ഭേദഗതി. ഓക്കെ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 95 ഭേദഗതിയാണ്. വർഷം 2010. 95 ഭേദഗതി വർഷം 2010 എൻഫോഴ്സ് ചെയ്തത്. പക്ഷേ 2009 എന്നായിരിക്കും നിങ്ങൾ ഗൈഡുകളൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. 2010 ഇത് എൻഫോഴ്സ് ചെയ്തത്. 95 ഭേദഗതി. ഓക്കെ. 95 5 നമ്മളൊന്ന് ഒന്ന് ഷേപ്പ് മാറ്റി എഴുതിയാൽ ഇങ്ങനെ വരത്തില്ല. എസ് പോലെ. എസ്സിൽ നിന്ന് ഭരണഘടനാപരമായി നമുക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ അമെൻമെൻറ്റുകളിലൊക്കെ വരുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ടൈം ഏതാണ്? SC ST പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ. 5ൽ നിന്ന് നമ്മൾ എസ്സിലേക്ക് എത്തി, എസ്സിൽ നിന്ന് SC STയിലേക്ക് എത്തി. അപ്പോൾ ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം, SC ST സംവരണം 2020 വരെയാക്കി ദീർഘിപ്പിച്ച ഭേദഗതിയാണ് 95
ഭേദഗതി. ഓർത്തിരിക്കുമല്ലോ, 95-ലെ 5-ൽ നിന്ന് നമ്മൾ എസ്സിലേക്ക് എത്തി, എസ്സിൽ നിന്ന് SC/ST എത്തി, 2020 വരെ സംവരണം അവരുടെ ദീർഘിപ്പിച്ചു. ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും 95-ാം ഭേദഗതി 2010 എൻഫോഴ്സ് ചെയ്തത്. 2009 നിങ്ങൾ ബുക്ക് നോക്കിയാൽ കിടക്കുന്നത്. അന്നേരം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് പ്രസിഡന്റ്, പ്രതിഭ പാട്ടീലാണ് അവിടെ പ്രസിഡന്റ് മാറിയിട്ടുണ്ട്, അത് ഓർത്തണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും കാലഘട്ടം, ഇന്ന പ്രധാനമന്ത്രി ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ്, അതുപോലെ ഇന്ന പ്രസിഡന്റ് ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ്, അങ്ങനെയൊക്കെയുള്ളതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ന ഭേദഗതി വരുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പഠിച്ച് തന്നെ പൊക്കോണം. ഓക്കെ, പ്രധാനമന്ത്രിമാരും പ്രസിഡന്റൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പൊതുവേ അങ്ങനെ ആരായിരുന്നു പ്രധാനമന്ത്രി അങ്ങനെ ചോദ്യം വളരെ റെയറായിട്ടേ ചോദിക്കാറുള്ളൂ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് പലപ്പോഴും ചോദിക്കുന്നത്. പിന്നെ 86-ാം ഭേദഗതി പോലുള്ള ഭേദഗതി മാത്രം ചിലപ്പോൾ വർഷമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും പട്ടികജാതി പട്ടികവർഗ സംവരണം 2020 വരെയാക്കി ദീർഘിപ്പിച്ച ഭേദഗതിയാണ് 95-ാം ഭേദഗതി. 95 എസ്സാക്കി SC/ST സംവരണം 2020 വരെ ദീർഘിപ്പിച്ചു. ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും. അതാണ് 95th അമെൻമെൻറ്റ്. ഇനി 96-ാം ഭേദഗതി 2011. അന്നേരവും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. 96-ാം ഭേദഗതി 2011. 96, ആ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേ, 96. ഈ 6 ഒന്ന് തലതിരിച്ച് എഴുതുന്നതല്ലേ 9. അപ്പോൾ ഏകദേശം ഒരേ നമ്പർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ എഴുതുന്ന സാധനങ്ങൾ റിവേഴ്സ് ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഈ 96 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് 6 ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ആൾ എന്ന് നമുക്ക് എടുക്കാമല്ലോ. 6 ഇങ്ങനെ എടുക്കാമല്ലോ. 6 ഒറീസ. 6-ൽ നിന്ന് നമുക്ക് ഒറീസയിലേക്ക് എത്താം. ഒറീസ. ഇങ്ങനെ 6 മെയിനായിട്ട് എടുക്കാനുള്ള റീസൺ ഒറീസയാണ്. റീസൺ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എവിടെയെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ അങ്ങ് ടച്ച് ചെയ്തോളും. ഒറീസ 6. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ ഒറീസ എന്നതിന് പകരം ഒഡീഷ എന്നാക്കി മാറ്റി. നമ്മുടെ സംസ്ഥാനം ഉണ്ടല്ലോ ഒഡീഷ. അപ്പോൾ ഒറീസ എന്നതിന് പകരം ഒഡീഷ എന്നാക്കി മാറ്റിയത് 96-ാം ഭേദഗതി. 2011-ലെ 96-ാം ഭേദഗതി. അതുപോലെ ഭാഷയപ്പം മാറുമല്ലോ. നേരത്തെ ഒറിയയായിരുന്നു, ഇപ്പോൾ അത് ഒഡിയായി. 8-ാം പട്ടികയിൽ ഒറിയ എന്നതിന് പകരം ഒഡിയ എന്നാക്കി മാറ്റി. അപ്പോൾ ഒറീസ മാറ്റി ഒഡീഷയാക്കി, ഒറിയയ്ക്ക് പകരം ഒഡിയയാക്കി. 96-ാം ഭേദഗതി. അതിപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? 96 എന്ന് എഴുതി. 96-ലെ അക്കങ്ങളെല്ലാം ഏകദേശം ഒരേപോലെയുള്ള സംഭവങ്ങളാണ്. റിവേഴ്സ് ചെയ്ത് എഴുതിയേക്കുവാണ് 6. അപ്പോൾ 6 ഇപ്പോൾ റിവേഴ്സ് ചെയ്ത് എഴുതിയേക്കുന്നതായതുകൊണ്ട് 6 ഇങ്ങനെ റിവേഴ്സ് ചെയ്താണെന്ന് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒറീസയാണ്. ഒറീസ അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒറീസ. അപ്പോൾ ഒറീസയിൽ നിന്ന് നമ്മൾ ഒഡീഷയിലേക്ക് എത്തി, അതുപോലെ ഒറിയയിൽ നിന്ന് ഒഡിയയിലേക്ക് എത്തി. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ ഒറീസ എന്നതിന് പകരം ഒഡീഷ എന്നാക്കി മാറ്റി. 8-ാം പട്ടികയിൽ ഒറിയ എന്നതിന് പകരം ഒഡിയ എന്നാക്കി മാറ്റി. അതാണ് 96-ാം ഭേദഗതി 2011. ഓർത്തിരിക്കുക, ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ ഒറീസ മാറ്റി ഒഡീഷയാക്കി. 8-ാം പട്ടിക എന്താണ്? ഭാഷകൾ ഒറിയ എന്നതിന് പകരം ഒഡിയ എന്നാക്കി മാറ്റിയെന്നും അറിഞ്ഞിരിക്കുക. 96-ാം ഭേദഗതി. 97-ാം ഭേദഗതി 2011. 97-ാം ഭേദഗതി 2011 പറയുമെങ്കിലും എൻഫോഴ്സ് ചെയ്തിരിക്കുന്നത് 2012-ലാണ്. പല ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നതാണ് ഈ ഭേദഗതിയെ പറ്റി. പഞ്ചായത്ത് രാജും കോപ്പറേറ്റീവ് സൊസൈറ്റീസിനൊക്കെ പറ്റി പഠിക്കുമ്പോൾ അവിടെയും വരുന്നതാണ് ഈ 97-ാം ഭേദഗതി. അതുകൊണ്ട് അത്രയധികം പ്രാധാന്യമുള്ള ഒരു അമെൻമെൻറ്റാണ് 97th അമെൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടുകൂടി ഭാഗം 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 97-ാം ഭേദഗതി പ്രകാരമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടുകൂടി ഏത് ഭാഗമാണ് കൂട്ടിച്ചേർത്തത്? ഭാഗം 9B. അതൊന്ന് ഡയറക്റ്റായി പഠിക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടുകൂടി ഭാഗം 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 97-ാം ഭേദഗതി പ്രകാരമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്കെപ്പോഴോ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണെന്ന്. ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തത് 97-ാം ഭേദഗതി പ്രകാരമാണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി, അങ്ങനെ ചോദ്യം വന്നുകൊണ്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. 43-ലെ അക്കങ്ങൾ 4 3 കൂട്ടിയാൽ എന്ത് ലഭിക്കും? 7 എന്ന് ലഭിക്കും അല്ലേ. 97-ലെ അക്കങ്ങളായ 9 7 കൂടെ കൂട്ടിയാൽ 16. അതിനെ ഒറ്റസംഖ്യ ആക്കാൻ വേണ്ടി 6 1 കൂട്ടി 7 എന്ന് ലഭിക്കും. അങ്ങനെ 7 വെച്ച് വേണമെങ്കിൽ ഈ 43-നെയും 97-നെയും നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. 97 43. അപ്പോൾ 43B കൂട്ടിച്ചേർത്ത് ഏത് ഭേദഗതി പ്രകാരമാണെന്ന് ചോദിച്ചാൽ ആ 7-ൻ്റെ കണക്ഷൻ ഓർമ്മയുള്ളവർക്ക് 97-ലേക്ക് എത്താമല്ലോ. കുറേ കോഡൊക്കെ പറയുന്നുണ്ട്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്പർ വെച്ചുള്ള കളിയില്ലേ. എങ്ങാനും പരീക്ഷാ സമയത്ത് മറന്നു പോയാലേ എവിടെയെങ്കിലും ഒന്ന് ഓർമ്മ നമുക്ക് എഴുതണ്ട. ഉത്തരം എഴുതുന്ന ആളുടെ പ്രധാനം. അപ്പോൾ 97-ാം ഭേദഗതി പ്രകാരമാണ് 43B കൂട്ടിച്ചേർത്തത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19(1)(c) ഭേദഗതി ചെയ്തു. ആർട്ടിക്കിൾ 19(1)(c) ഭേദഗതി ചെയ്തത് 97-ാം ഭേദഗതി പ്രകാരമാണ്. 3 പോയിന്റുകളാണ് അതിനകത്തുള്ളത്.
97 ഭേദഗതി പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടുകൂടി ഭാഗം 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 43B കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ 19(1)(c)യിൽ ഭേദഗതി ചെയ്തു. ഒറ്റോടെ പറയാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോടുകൂടി ഭാഗം 9B ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് 97 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ 43B, അതുപോലെ ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 19(1)(c). ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 98 ഭേദഗതിയാണ്. 2012 പക്ഷേ അത് എൻഫോഴ്സ് ചെയ്തത് 2013 98 ഭേദഗതി, 98th അമെൻമെൻറ്റ്. ആ സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെയാണ്. നമുക്കറിയാം 2014 വരെ എന്തായാലും മൻമോഹൻ സിംഗ് ആണ്. പ്രസിഡന്റ് പ്രണവ് മുഖർജിയാണ്. പ്രസിഡന്റ് മാറി പ്രണവ് മുഖർജിയാണ്. 2012-13 കാലഘട്ടത്തിൽ ഈ ഭേദഗതി വന്നപ്പോൾ, 98 ഭേദഗതി വന്നപ്പോൾ പ്രസിഡന്റ്. അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ കോഡ് പറയാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. 98 അക്കങ്ങൾ 9 8 കൂട്ടിക്ക് 8 9 17 എന്ന് 17 8 9 8 അതെ 17 8 9 17 17 ഒന്ന് റിവേഴ്സ് ചെയ്ത് എന്ന് വെച്ചാൽ 7 ഇപ്പുറത്തും 1 അപ്പുറത്തും 17 റിവേഴ്സ് ചെയ്യുമ്പോൾ 71 എന്ന് വരും അല്ലേ. 71 ഇപ്പുറത്തൊരു 3 കൂടെ അങ്ങോട്ട് കൊടുത്തേക്കും. 371 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 98 ഭേദഗതി പ്രകാരമാണ്. 371 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 98 ഭേദഗതി പ്രകാരമാണ്. 371 ഓക്കെ, ഇനി 371 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവം പറയാം. കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ നമ്മൾ ഈ ഇത് പറഞ്ഞപ്പോൾ 98 ഭേദഗതി പറഞ്ഞപ്പോൾ ഏത് നമ്പറിൽ നിന്നാണ് തുടങ്ങിയത്? 98 കൂട്ടി 17 എത്തിയല്ലേ. ഒരു 1ഉം 7ഉം കിട്ടിയല്ലേ. ഈ 1ഉം 7ൻ്റെ വ്യത്യാസം എത്രയാണ്? 7ൽ നിന്ന് 1 പോയാൽ 6ആണ്. 6 എന്ന് പറയുന്നത് ഒരു പുരാണ കഥ വെച്ച് പറയാം. വലിയ കോഡൊക്കെയാണ്, പക്ഷേ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നീട്ടിയൊക്കെ പറയുന്നത്. എപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് കോഡ് ചിലർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പം 17 7 1 വ്യത്യാസം 6. ഈ പഞ്ചപാണ്ഡവർ 5 പേരല്ലേ ശരിക്കും? 5 പേരാണ് പഞ്ചപാണ്ഡവർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ കർണൻ എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ, അങ്ങേര് ഇമാരുടെ കൂട്ടത്തിൽ വരേണ്ടതല്ലേ. ശരിക്കും 6ാമനായി മാറ്റി നിർത്തപ്പെടുന്ന കർണൻ, ശരിക്കും 6ാമനല്ല വ്യക്തി പ്രായം കൊണ്ട്, എന്നാലും ഒരു 6ാമൻ എന്നുള്ള രീതിയിൽ. പഞ്ചപാണ്ഡവർ ഒരു 5 നമുക്ക് വേറെ രീതിയിലല്ലേ കാണുന്നത്. അപ്പോൾ 6ാമനായി നിൽക്കുന്ന കർണൻ 6 കർണനിലേക്ക് എത്താമല്ലോ. അപ്പോൾ 6ഉം കർണനുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. അപ്പം 17ൽ നിന്ന് നമ്മൾ 300 അത് തിരിച്ചിട്ട് 371 എത്തി. 71 ഇപ്പുറത്ത് 3 ഇട്ട് 371 എത്തി. 371 കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞു. പിന്നെ ആ 17ൻ്റെ തന്നെ വ്യത്യാസം എടുത്തപ്പോൾ, അക്കങ്ങളുടെ വ്യത്യാസം എടുത്തപ്പോൾ 6 എന്ന് കിട്ടി. പഞ്ചപാണ്ഡവരിലേക്ക് എത്തി. 6ാമത്തെ മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയായ കർണനിലേക്ക് എത്തി. അപ്പോൾ കർണനിൽ നിന്ന് കർണാടകയിലേക്ക് എത്താമല്ലോ. കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ഈ എന്താ പറയുക, പശുവിനെ കെട്ടി പശുവിൻ്റെ കെട്ടിയേക്കുന്ന കയറിനെ പറ്റി വാക്കെഴുതുന്ന പോലെയുള്ള കോടൊക്കെയാണ്, നീണ്ട കോടൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 371 കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക പദവികൾ കൂട്ടിച്ചേർത്തു. ഹൈദരാബാദ് കർണാടക പ്രദേശത്തിന് വേണ്ടി പ്രത്യേക വികസന ബോർഡ് രൂപീകരിക്കാൻ കർണാടക ഗവർണറെ ചുമതലപ്പെടുത്തി. അപ്പം ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 371 ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 98 ഭേദഗതി പ്രകാരമാണ്. കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ഓക്കെ, അടുത്തത് 99 ഭേദഗതി 2014. 99 ഭേദഗതി 2014. ഈ ഭേദഗതി വരുമ്പോൾ 2014 പുതിയ ഗവൺമെൻറ് അധികാരം വന്നിരുന്നു. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് പ്രണവ് മുഖർജി. ഓക്കെ, 99 ഭേദഗതി വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് പ്രണവ് മുഖർജി. ഇത് നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷനൊക്കെയായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് 99 ഭേദഗതിയുമായി. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തായാലും നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജുഡീഷ്യറി എന്നെങ്കിലും 99 എന്ന് കേൾക്കുമ്പോൾ വരണം. 99 ജുഡീഷ്യറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നാഷണൽ ജുഡീഷ്യൽ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ആ ഒരു കണക്ഷൻ ഒന്ന് പറയാം. നമ്മുടെ നാട്ടിലിപ്പോൾ എന്തൊക്കെ ക്രൈം നടന്നാലും അല്ലെങ്കിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായാലും 99 വഴികളും നമ്മുടെ മുന്നിൽ അടഞ്ഞു പോയാലും ലാസ്റ്റ് ഒരു വഴി കാണും. അതാണ് കോടതി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരുടെയും ലാസ്റ്റ് എന്താ പറയുക, നീതി കിട്ടാൻ വേണ്ടി അവസാന ഒരു പ്രതീക്ഷയാണ് കോടതി അല്ലേ. കോടതിയാണ് നമ്മളെ എന്തൊക്കെ ഇപ്പം രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും നമ്മുടെ കൂടെ നിന്നില്ലെങ്കിലും പൊളിറ്റീഷ്യൻസും മന്ത്രിമാരും നിന്നില്ലെങ്കിലും കോടതിയെ നമുക്ക് സമീപിക്കാം. അവസാനമുള്ള ഒരേ ഒരു പോംവഴിയാണ് കോടതി എന്ന് പറയുന്നത്. ബാക്കി 99 വഴികൾ അടഞ്ഞാലും 99 വഴികൾ അടഞ്ഞാലും ലാസ്റ്റ് എങ്കിലും നമുക്ക് ജുഡീഷ്യറിയെ സമീപിക്കാം. അവസാനമുള്ള ഒരേ ഒരു പോംവഴി ജുഡീഷ്യറിയാണെന്ന് ഓർത്ത് ആ ഒരു സെൻറ്റൻസ്. 99 ജുഡീഷ്യറി, 99 വഴികൾ അടഞ്ഞാലും സാധാരണക്കാരന് നിയമം നടപ്പാക്കാൻ നൽകുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്
കോടതി എന്നൊരു സെൻറ്റൻസ് ഓർത്താൽ 99 ജുഡീഷ്യറിയൊക്കെയായിട്ട് കണക്ട് ചെയ്യാമല്ലോ. സോ 99 നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷനുമായി ബന്ധപ്പെട്ടത്. ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് 99 ഭേദഗതി. ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനെ നിയമിക്കുന്നു. ഓക്കെ, 2014 ഡിസംബർ 31 നിലവിൽ വന്നു. 2014 ഡിസംബർ 31 നിലവിൽ വന്നു. നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2015 ഒക്ടോബർ 16 ഈ ഭേദഗതി നിയമം സുപ്രീം കോടതി റദ്ദാക്കുകയുണ്ടായി. അതും ഓർത്തിരിക്കുക. ഈ നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ്റെ ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന നിയമം 2015 സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോൾ 99 എന്ന് പറഞ്ഞ ആ നമ്പറിൽ നിന്ന് നമ്മൾ ജുഡീഷ്യറിയിലേക്ക് എത്തി. 99 വഴികൾ അടഞ്ഞാലും ലാസ്റ്റ് നമുക്ക് ജുഡീഷ്യറി കാവലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജുഡീഷ്യറിയിലേക്ക് എത്തി. അതിൽ നിന്ന് നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷനിലേക്ക് എത്തി. നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷന് വേണ്ടിയാണ് 99 ഭേദഗതി. അപ്പോൾ അത് ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി 2015 ഒക്ടോബർ 16 2015 സുപ്രീം കോടതി ഇതിനെ റദ്ദാക്കി. 99 ഭേദഗതി പ്രകാരം വന്ന നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷനെ റദ്ദാക്കി 2015 ഒക്ടോബർ 16. ഓക്കെ, ഇനി 99 ഭേദഗതി റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാരാര് എന്നൊക്കെ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. JS ഖേഹാർ, മദൻ ലോക്കൂർ, കുര്യൻ ജോസഫ്, ആദർശ് കുമാർ ഗോയൽ, അതുപോലെ ജസ്റ്റിസ് ചെലമേശ്വർ. ഇത്രയും പേരാണ് 99 ഭേദഗതി റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാർ. JS ഖേഹാർ, മദൻ ബി ലോക്കൂർ, അതുപോലെ കുര്യൻ ജോസഫ്, ആദർശ് കുമാർ ഗോയൽ, ജസ്റ്റിസ് ചെലമേശ്വർ. ഇത്രയും പേരുമുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ 99 ഭേദഗതി നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2014 ഒക്ടോബർ 31 നിലവിൽ വന്നു. പക്ഷേ 2014 ഡിസംബർ 31 നിലവിൽ വന്നു. 2015 ഒക്ടോബർ 16 സുപ്രീം കോടതി ഇത് റദ്ദാക്കി. എന്തിൻ്റെ പേരിലാണ് റദ്ദാക്കിയത്? നാഷണൽ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റദ്ദാക്കിയത്. അടുത്തത് 100 ഭേദഗതി, വർഷം 2015. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്, പ്രസിഡന്റ് പ്രണബ് മുഖർജി. ഓക്കെ, 100 ഭേദഗതി 2015 മെയ് 28 പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചു. ഇനി എന്താണ് ഈ 100 ഭേദഗതി? അത് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ നിങ്ങൾക്ക് വീടിന് ചുറ്റും സ്ഥലമുണ്ടല്ലോ. നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടുകാരൻ കുറച്ച് എന്താ പറയുക, അതിലൊക്കെ ഇളക്കി കുറച്ചൊന്ന് അവരുടെ സ്ഥലമാക്കി കയറ്റിയെടുത്താലോ, മതിലൊക്കെ പൊളിച്ച് 100% അടി ഉറപ്പല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം സ്ഥലത്തിൻ്റെ പരിപാടി, അതിപ്പം വലിയ വലിയ രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും ചെറിയ വീടുകൾ തമ്മിലാണെങ്കിലും എന്തായാലും സ്ഥലം കുറച്ചൊന്ന് കയറ്റിയെടുക്കുകയാണെങ്കിൽ അടി ഉറപ്പാണ്. 100% അടി ഉറപ്പാണ്. അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ പലരും കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പോലും പത്രങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ സ്ഥലം കയറ്റിയെടുത്താൽ, ലാൻഡ് കയറ്റിയെടുത്താൽ അടി ഉറപ്പാണ്. 100% ഉറപ്പാണ് എന്നോർത്തേ. 100% ഉറപ്പാണ്. അതിപ്പം ബംഗ്ലാവിൽ താമസിക്കുന്ന ഭയങ്കര ധനികരായിട്ടുള്ളവരുടെ ഒരു 1/2 സെൻറ്റ് എടുത്താൽ പോലും അടിയുണ്ടാകും. കുടിലുള്ളവരാണെങ്കിലും അടിയുണ്ടാക്കും. ബംഗ്ലാവിലുള്ളവരാണെങ്കിലും കുടിലുള്ളവരാണെങ്കിലും അടിയുണ്ടാക്കും. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. 100% അടിയുണ്ടാകും. 100 ഭേദഗതി ലാൻഡ് കയറ്റിയെടുത്താൽ ലാൻഡ് എഗ്രിമെൻറ്റ്, ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് 100 ഭേദഗതി. അപ്പം 100% ലാൻഡ് കയറ്റിയെടുത്താൽ അടിയുണ്ടാകും. 100 ഭേദഗതി ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് 100 ഭേദഗതി 2015. ഇനി ഈ കരാറ് പ്രകാരം 51 ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയും ചെയ്തു. ബംഗ്ലാദേശിന് കിട്ടിയത് 111, ഇന്ത്യക്ക് കിട്ടിയത് 51. ബംഗ്ലാദേശിന് 111, ഇന്ത്യക്ക് 51. ഓർത്തിരിക്കുമല്ലോ. കരാർ പ്രകാരം 51 ബംഗ്ലാദേശ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും ഇന്ത്യ 111 പ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകുകയും ചെയ്തു. സോ 100 ഭേദഗതി ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അത് നടപ്പിലാക്കി. ഇത് പ്രകാരം 51 സ്ഥലം ഇന്ത്യക്കും 111 സ്ഥലം ബംഗ്ലാദേശിനും കിട്ടി. അപ്പം 100 ഭേദഗതി 2015 എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് പ്രണബ് മുഖർജിയാണെന്നൊക്കെ ഓർത്തിരിക്കുക. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ലാൻഡ് ബൗണ്ടറി എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് 101 ഭേദഗതി 2016 വളരെയധികം പ്രധാനപ്പെട്ട, നിങ്ങളെല്ലാവരും എന്തായാലും ഒരു കോഡും ഇല്ലെങ്കിൽ പോലും കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരു ഭേദഗതിയാണ് 101 ഭേദഗതി 2016. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 100 രൂപയാണ് അതിൻ്റെ വിലയെങ്കിൽ, അപ്പം മേടിച്ച് ബില്ലടിക്കുമ്പോൾ ചിലപ്പം എന്താ പറയുക, സ്റ്റേറ്റ് GST ഇത്ര, സെൻട്രൽ GST ഇത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില 101 മാറും.
അപ്പോൾ ആ രീതിയിൽ ഓർത്തി 100 രൂപയുടെ സാധനം മേടിച്ചപ്പോൾ 1 രൂപ GST കൊടുത്തു. 101 ഭേദഗതി GSTയെ പറ്റി പ്രതിപാദിക്കുന്നു. 101 ഭേദഗതി GSTയെ പറ്റി പ്രതിപാദിക്കുന്നു. അന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് പ്രണബ് മുഖർജിയാണ്. 101 ഭേദഗതി GSTയെ പറ്റി പ്രതിപാദിക്കുന്നു. 122 ഭേദഗതി ബില്ലാണ് 101 ഭേദഗതിക്ക്. 122 ഭേദഗതി ബില്ല്. കുറച്ച് ഡേറ്റുകൾ നമ്മൾ ഓർത്തിരിക്കണം 101 ഭേദഗതിയുമായി ബന്ധപ്പെട്ട്. അതെന്താണെന്ന് വെച്ചാൽ 2016 സെപ്റ്റംബർ 8-നാണ് 101 ഭേദഗതിക്ക് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത്. 2016 സെപ്റ്റംബർ 8-നാണ് അംഗീകാരം ലഭിച്ചത്. അതുപോലെ 2017 ജൂലൈ 1-ന് GST നിലവിൽ വന്നു. 2017 ജൂലൈ 1-ന് നിലവിൽ വന്നു. 2016 സെപ്റ്റംബർ 8-ന് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചു. സോ 101 ഭേദഗതി എന്തിനെപ്പറ്റി പ്രതിപാദിക്കുന്നു? GSTയെ പറ്റി പ്രതിപാദിക്കുന്നു. അതുപോലെ 246A GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 246A. GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം 246A. GST കൗൺസിലാണെങ്കിൽ 279. GST കൗൺസിലുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 279. GST 246A, GST കൗൺസിൽ 279. ഓക്കെ, അപ്പോൾ 101 ഭേദഗതി GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2016 സെപ്റ്റംബർ 8-ന് പ്രസിഡന്റ് അംഗീകാരം നൽകി. 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്നു. ഡേറ്റും ഓർത്തിരിക്കണം. 2016 സെപ്റ്റംബർ 8-ന് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചു. 2017 ജൂലൈ 1-ന് നിലവിൽ വന്നു. 246A GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 279A GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണെന്നും ഓർത്തിരിക്കുക. അടുത്തത് 102 ഭേദഗതിയും 103 ഭേദഗതിയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 102 ഭേദഗതി 123 ബില്ലും 103 ഭേദഗതി 124 ഭേദഗതി ബില്ലുമാണ്. അപ്പം 102-ൽ 123, 103-ൽ 124. അപ്പം 102, ഇപ്പം 123 ബില്ലെന്ന് പറഞ്ഞല്ലോ, 1, 2, 3 എന്നീ അക്കങ്ങൾ അടുപ്പിച്ചെഴുതുന്നതാണല്ലോ 123. അപ്പം 3 ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, 2 പിന്നിലാണല്ലേ നിൽക്കുന്നത്. 3 മുന്നിൽ 2 പിന്നിൽ. അപ്പോൾ രണ്ടാമത്തേത് 102 ഭേദഗതി പിന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. മുന്നിൽ നിൽക്കുന്നത് 3 എന്നൊക്കെ പറഞ്ഞല്ലോ, 3-ൽ നിന്ന് മുന്നിൽ എന്ന വാക്കിലേക്ക് എത്തി. മുന്നോക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് 103-ൽ വരുന്നത്. അപ്പോൾ 102 പിന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്, 103 മുന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുമല്ലോ ആ ഒരു പോയിന്റ് വെച്ച്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. 102 ഭേദഗതി ആദ്യം പഠിക്കാം. 102 ഭേദഗതി 2018. അന്നേരത്തെ പ്രധാനമന്ത്രി എന്തായാലും നരേന്ദ്രമോദി. 2014 ശേഷം എല്ലാം മോദി തന്നെ. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. ഓക്കെ, അപ്പോൾ 102 ഭേദഗതി പ്രകാരം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്. അപ്പം 102 2 പിന്നിലാണ്, 3-ന്റെ പിന്നിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നാക്ക വിഭാഗ കമ്മീഷനിലേക്ക് എത്താമല്ലോ. പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു 102 ഭേദഗതി പ്രകാരം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നതിനായി 102 ഭേദഗതി പ്രകാരം പുതിയതായി ഒരു അനുച്ഛേദം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അതാണ് 338B. നമ്മൾ നേരത്തെ 338നെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. അപ്പം അതും പിന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സോ കണക്ട് ചെയ്ത് പഠിച്ചു പോകാം. 338B ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ, ഈ 102 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത്. അപ്പോൾ 102 ഭേദഗതി 2 പിന്നിൽ നിൽക്കുന്നു. പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. 338B ഈ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ ആ ഒരു ഭേദഗതി പഠിച്ചല്ലോ. ഇനി നമ്മൾ 103 അടുത്ത പഠിക്കാൻ പോകുന്നത്. 3 മുന്നിൽ നിൽക്കുന്നത് മുന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അത് റീസെൻ്റായിട്ട് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചാണ്. മുന്നാക്ക വിഭാഗങ്ങളിലെ സംവരണമാണ്. ഇപ്പം മുന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊണ്ടുവന്നതായിരുന്നല്ലോ ഗവൺമെൻറ്, 10% സംവരണം. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് 103-ൽ വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. ഈ ഒരു ഭേദഗതി വരുമ്പോൾ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 103 ഭേദഗതി. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. മുന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്നും നമ്മളിപ്പം പഠിച്ചില്ലല്ലോ ഭേദഗതികൾ. അപ്പോൾ ആദ്യം വരുന്നത് 103 മുന്നാക്കവുമായി ബന്ധപ്പെട്ട 103 ഭേദഗതി നമ്പറിലാണ് വരുന്നതെന്ന് ഓർത്തെ. മുന്നാക്ക വിഭാഗങ്ങൾക്ക് അത്യാവശ്യം പത്രം വായിക്കുന്നവരെല്ലാം ഇഷ്ടംപോലെ ഒരിടയ്ക്ക് വാർത്തകൾ ഉണ്ടായിരുന്നില്ലേ ഈ 10% സംവരണം സംഭവം. അപ്പോൾ അത് ഓർത്തിരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നാക്ക വിഭാഗക്കാർക്ക് 10% സംവരണം, സർക്കാർ ജോലിയിലും അതുപോലെ മറ്റു കാര്യങ്ങളിലുമൊക്കെ 10% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 103 ഭേദഗതി. സാമ്പത്തികമായി
സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കാട്ടോ. അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, 5 ലക്ഷമോ 8 ലക്ഷമോ സംതിങ് ആണ്. അപ്പം സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 103-ാം ഭേദഗതി, 124ാമത് ബില്ലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡേറ്റ് ഉണ്ട്. ഡേറ്റ് അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും നമ്മൾ അടുത്തതായതുകൊണ്ട് 2019 ആയതുകൊണ്ടെന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. 103-ാം ഭേദഗതി ലോകസഭ പാസ്സാക്കിയത് 2019 ജനുവരി 8, രാജ്യസഭ 2019 ജനുവരി 9, പ്രസിഡന്റിൻ്റെ അംഗീകാരം 2019 ജനുവരി 12. 3 ഡേറ്റുകൾ, അടുപ്പിച്ച ഡേറ്റുകളാണ്, ജനുവരി 8 ജനുവരി 9. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ, 3 ദിവസം കഴിഞ്ഞാണ്, മുന്നാക്കമാണല്ലോ, അപ്പോൾ 3 ദിവസം കഴിഞ്ഞാണ് അടുത്ത ഡേറ്റ് അംഗീകാരം ലഭിച്ചത് പ്രസിഡന്റ്, ജനുവരി 12. ജനുവരി 8 ലോകസഭ, ജനുവരി 9 രാജ്യസഭ, 3 ദിവസം കഴിഞ്ഞ് ജനുവരി 12 പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചു. അപ്പോൾ ഓർത്തിരിക്കുക, 103-ാം ഭേദഗതി ലോകസഭ പാസ്സാക്കിയത് 2019 ജനുവരി 8, രാജ്യസഭ 2019 ജനുവരി 9, പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2019 ജനുവരി 12. ഓക്കെ, ഇത്രയും ഡേറ്റുകൾ ഓർത്തിരിക്കുക. ഇനി 103-ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. നമ്മുടെ സർക്കാർ ജോലി അവസര സമത്വമൊക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പുണ്ടല്ലോ, 16 സർക്കാർ 16-ാം വകുപ്പ് ഭേദഗതി ചെയ്തു. അതുപോലെ തന്നെ 15-ാം അനുച്ഛേദവും ഭേദഗതി ചെയ്തു. 103-ാം ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 15-ഉം 16-ഉം ഭേദഗതി ചെയ്തു. 103-ാം ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 15-ഉം 16-ഉം ഭേദഗതി ചെയ്തു എന്ന് അറിഞ്ഞിരിക്കുക. 15-ഉം 16-ഉം. ഇനി മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഏത് സംസ്ഥാനമാണ് ആദ്യമായി ഈ സംവരണം ഏർപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. മോഡിജിയുടെ ഗുജറാത്താണ് ആദ്യമായി 10% സംവരണം ഏർപ്പെടുത്തിയത്. മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന BJP ഗവൺമെൻറ് അല്ലേ. BJP ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നപ്പോൾ ഇലക്ഷൻ്റെ ലക്ഷ്യം വെച്ചാണ് എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇലക്ഷൻ ലക്ഷ്യം വെച്ച് BJP ഗവൺമെൻറ് ഹെഡ് ചെയ്യുന്ന ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പം നരേന്ദ്രമോദിയുടെ സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഗുജറാത്തിലേക്ക് കണക്ട് ചെയ്യാമല്ലോ. ആദ്യമായി ഈ സംഭവം കൊണ്ടുവന്നത് ഗുജറാത്താണ്. ഓക്കെ, മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംവരണത്തെ പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച 2-അംഗ സമിതി ആരൊക്കെയെന്ന് ചോദിച്ചാൽ GK ശശിധരൻ നായരും K രാജഗോപാലും. GK ശശിധരൻ നായരും അതുപോലെ K രാജഗോപാലും. കേരള സർക്കാർ ഇതിനെപ്പറ്റി പഠിക്കാൻ ഏർപ്പെടുത്തിയ സമിതിയിലെ 2 പേരാണ് GK ശശിധരൻ നായരും K രാജഗോപാലൻ നായർ. GK ശശിധരൻ നായർ, K രാജഗോപാലൻ നായർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 103-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്.